നമുക്ക് 1 തെസ്സലോനിക്കർ ലേഖനം വാക്യം തന്നെ 3-ാം അധ്യായം 5-ാമത്തെ വാക്യം പകൽ വായിച്ച വേദഭാഗം തന്നെ വായിക്കാം. ഇത് നിമിത്തം എനിക്ക് ഒട്ടും സഹിച്ച് കൂടാഞ്ഞിട്ട് പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചുവോ, ഞങ്ങളുടെ പ്രയത്നം വെറുതെ ആയിപ്പോയോ എന്ന് ഭയപ്പെട്ട്. മതി. പകല് നമ്മൾ തെസ്സലോനിക്ക പട്ടണത്തെ സംബന്ധിച്ചും അവിടെ സഭ ഉടലെടുത്ത സാഹചര്യത്തെ സംബന്ധിച്ചും വിശകലനം ചെയ്യുകയുണ്ടായി. ആവർത്തന വിരസത ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട് രാത്രി ഞാനത് ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അന്ധവിശ്വാസങ്ങൾ കൊണ്ടും അനാചാരങ്ങൾ കൊണ്ടും നിറയപ്പെട്ട പട്ടണമായിരുന്നു തെസ്സലോനിക്ക എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ആ പട്ടണത്തിൽ ധന്യനായ പൗലോസും പൗലോസിലൂടെ സുവിശേഷവും സുവിശേഷത്തിലൂടെ ദൈവശക്തിയും വ്യാപരിച്ചപ്പോൾ ആ പട്ടണത്തെ അടക്കി ഭരിച്ച പൈശാചിക മണ്ഡലങ്ങളെ തകർത്തെറിഞ്ഞ് ആത്മാവിലും സത്യത്തിലും യേശുവിനെ ആരാധിക്കുന്ന ഒരു സഭ ഉളവായി. പക്ഷേ അധികം നാൾ പൗലോസിന് അവിടെ ശുശ്രൂഷ ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോസ്തല പ്രവർത്തകരുടെ പുസ്തകം വായിക്കണ്ടേ 17-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ ചെന്നൊന്ന് വായിക്കുക. 3 ശബത്തുകൾ 1 മാസത്തിൽ താഴെ മാത്രമേ അദ്ദേഹത്തിന് അവിടെ കർത്താവിൻ്റെ വേല ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. അവിടെയുള്ള സുവിശേഷ വിരോധികൾ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തെ ദുർവ്യാഖ്യാനം ചെയ്തു. പൗലോസിൻ്റെ പ്രസംഗത്തിൻ്റെ പ്രമേയം യേശുക്രിസ്തു എന്നുള്ളതായിരുന്നു. ആ വിഷയത്തെ പലതായി തരംതിരിച്ച് അദ്ദേഹം പ്രസംഗിക്കുകയും അതിൽ ഒന്നായിരുന്നു യേശുക്രിസ്തുവിൻ്റെ രാജ്യത്വം എന്ന വിഷയം. ആ പ്രസംഗത്തെ അവർ വക്രീകരിച്ചിട്ട് യേശുക്രിസ്തു അല്ലാത്ത കൈസർ അല്ലാത്ത മറ്റൊരു രാജാവുണ്ടെന്ന് ഇദ്ദേഹം പ്രസംഗിക്കുന്നു. മാത്രമല്ല കൈസറുടെ നിയമങ്ങൾ അനുസരിക്കേണ്ടെന്നും പഠിപ്പിക്കുന്നു. രാജ്യദ്രോഹ കുറ്റമാണ് പൗലോസിനെതിരെ ചുമത്തിയത്. അതുകൊണ്ട് ഒരു രാത്രിക്ക് പൗലോസിനും ശീലാസിനും തിമത്തിയോസിനും തെസ്സലോനിക്കയോട് വിട പറയേണ്ടി വന്നു. തെസ്സലോനിക്കയിൽ നിന്ന് നേരെ അവരെത്തിയത് ബെരോവയിലാണ്. ബെരോവയിൽ കർത്താവിൻ്റെ വേല ചെയ്തു. അനുഗ്രഹിക്കപ്പെട്ടൊരു സഭ അവിടെ ഉടലെടുത്തു. പക്ഷെ ഈ തെസ്സലോനിക്കയിലുള്ള സുവിശേഷ വിരോധികൾ ബെരോവയിലുമെത്തി പ്രതിസന്ധികളുണ്ടാക്കി. അതുകൊണ്ട് ശീലാസിനെയും തിമത്തിയോസിനെയും ബെരോവയിലാക്കിയിട്ട് പൗലോസ് നേരെ അഥേനയിലേക്ക് പോയി. അഥേനയിലെ അരയോപക കുന്നിന്മേൽ നിന്നുള്ള പൗലോസിൻ്റെ വിശ്വപ്രസിദ്ധമായ പ്രഭാഷണമൊക്കെ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 17-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഥേനയിൽ നിന്ന് അദ്ദേഹം നേരെ കൊരിന്തിലെത്തി. കൊരിന്തിൽ ഇരുന്നു കൊണ്ടാണ് തെസ്സലോനിക്ക സഭയ്ക്ക് ഈ ലേഖനം എഴുതുന്നത്. താൻ ഒറ്റയ്ക്ക് കൊരിന്തിൽ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കും അളവിൽ വലിയ മാനസിക സമ്മർദ്ദങ്ങൾ, പിരിമുറുക്കങ്ങൾ അദ്ദേഹത്തെ വേട്ടയാടിയിരുന്നു. പൗലോസിനെ അത്രമാത്രം മാനസികമായി പിരിമുറുക്കത്തിന് അടിമയാക്കാൻ ഉള്ള കാരണം തെസ്സലോനിക്ക സഭ കടന്നു പോകുന്ന വർത്തമാനകാല അനുഭവങ്ങളാണ്. ശ്രദ്ധിക്കണേ, ആ വാക്യം ഒന്നും ശ്രദ്ധിക്കണം. ഇതു നിമിത്തം പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചുവോ? എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞേ. ഇത് നിമിത്തം പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചുവോ? ഞങ്ങളുടെ പ്രയത്നം വെറുതെയായി പോയോ എന്ന് ഭയപ്പെട്ടു. അർത്ഥം, തെസ്സലോനിക്ക സഭയിലുള്ള ദൈവമക്കൾ ഈ വിശ്വാസം ഉപേക്ഷിച്ചിട്ട് വന്നിടത്തേക്ക് തന്നെ മടങ്ങിപ്പോകുമോ എന്നൊരാശങ്ക പൗലോസിലുണ്ടായി. രാത്രി നാം ഒരുമിച്ച് അത് ധ്യാനിക്കാൻ ആഗ്രഹിക്കും. നിങ്ങൾ ചിന്തിക്കുന്ന പോലല്ല, മറ്റൊരു ഭാഗത്തേക്ക് വരും. അപ്പം പൗലോസിനെ അത്രമാത്രം ആശങ്കാകുലനാക്കത്തക്ക നിലയിൽ ആ സഭ കടന്നു പോകുന്ന പ്രതിസന്ധികൾ എന്താണ്? ആ പ്രതിസന്ധി അല്ല നമ്മുടെ വിഷയം. പൗലോസ് അവിടെ പറയുന്നൊരു പദമുണ്ട്, പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചു. അതിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഭാഗം ഒന്ന് നോക്കാം. ആ സഭ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ എന്താണ്? 1 തെസ്സലോനിക്കർ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട്. കണ്ടോ, ബഹു കഷ്ടം
സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. കർത്താവിന് വേണ്ടി അവർ ഇറങ്ങി വന്നപ്പോ അനുകൂല സാഹചര്യങ്ങളായിരുന്നില്ല. വിശ്വാസത്തിനു വേണ്ടി ഒത്തിരി കനത്ത വില അവർ കൊടുക്കേണ്ടി വന്നു. ശ്രദ്ധിച്ച ആ പദം, ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും. അവിടെ ബഹു കഷ്ടം ആ പദപ്രയോഗം തന്നെ 3-ാം അധ്യായത്തിലുമുണ്ട്. 2-ാമത്തെ വാക്യമാണ്, ഈ കഷ്ടങ്ങളിൽ ആരും കുലുങ്ങിപ്പോകാതിരിക്കേണ്ടുന്നതിന്. ഹലോ, ഈ കഷ്ടങ്ങളിൽ. അപ്പം 1-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ ബഹു കഷ്ടം, 3-ാം അധ്യായത്തിൽ കഷ്ടങ്ങളിൽ. അപ്പൊ ഒന്നല്ല, ഒന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞേ, ഒട്ടനവധി പ്രതിസന്ധികളിലൂടെ ആ സഭയിലുള്ള ദൈവമക്കൾ കടന്നു പോവുകയാണ്. നോക്കാം എന്താണ് ആ കഷ്ടങ്ങളിൽ ഒന്നാമത്തേതെന്ന്. 2-ാം അധ്യായം എടുക്കുക. 2-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. സഹോദരന്മാരെ, യഹൂദിയായിൽ ക്രിസ്തുയേശുവിലുള്ള ദൈവസഭകൾക്ക് നിങ്ങൾ അനുകാരികളായി തീർന്നു. അവർ യഹൂദന്മാരാൽ അനുഭവിച്ചത് തന്നെ നിങ്ങളും സ്വജാതിക്കാരാൽ അനുഭവിച്ചു. വളരെ നന്ദി. സഹോദരന്മാരെ, യഹൂദിയിലുള്ള ദൈവസഭകൾക്ക് നിങ്ങൾ അനുകാരികളായി തീർന്നു. അവർ യഹൂദരാൽ അനുഭവിച്ചത് തന്നെ നിങ്ങളും സ്വജാതിക്കാരാൽ അനുഭവിക്കുന്നു. എന്ന് പറഞ്ഞ ആശയം എന്താ? ദൈവസഭയുടെ പ്രാരംഭ കാലഘട്ടങ്ങളിൽ യഹൂദ മതമണ്ഡലത്തിൽ നിന്നാണ് വീണ്ടും ജനനം പ്രാപിച്ച് ധാരാളം പേര് ദൈവകൃപയിലേക്ക് വന്നത്. ശമരിയിലെ ഉണർവും കൊർന്നല്യോസിന്റെ ഭവനത്തിൽ പത്രോസിനെ അയച്ച് അവരിലുണ്ടായ വീണ്ടും ജനനാനുഭവവും ഒഴിവാക്കിയാൽ ആരംഭ നൂറ്റാണ്ടിലെ മഹാഭൂരിപക്ഷം സഭകളും യഹൂദ മത പശ്ചാത്തലത്തിൽ നിന്ന് വന്നവരെ കൊണ്ട് നിറയപ്പെട്ട സഭകളായിരുന്നു. യഹൂദ്യ പ്രദേശങ്ങളിലുള്ള സഭകളെ കുറിച്ചാണ് പറയുക. പൗലോസ് പറയുന്നു, ആ സഭകൾക്ക് നിങ്ങൾ അനുകാരികളായി തീർന്നു. എങ്ങനെ? അവർ യഹൂദരാൽ അനുഭവിച്ചത് തന്നെ നിങ്ങളും സ്വജാതിക്കാരാൽ അനുഭവിക്കുന്നുവല്ലോ. അർത്ഥം, രക്ഷിക്കപ്പെട്ട യഹൂദ മതത്തിൽ നിന്നുള്ള വിശ്വാസികളെ രക്ഷിക്കപ്പെടാത്ത യഹൂദന്മാർ ശാരീരികമായി കഠിനമായി ഉപദ്രവിച്ചു. പൗലോസ് പറയാണ്, ആ സഭകൾക്ക് നിങ്ങൾ അനുകാരികളായി തീർന്നു. എങ്ങനെ? അവർ അനുഭവിച്ചതുപോലെ. അവർ യഹൂദന്മാരാലാണ് ശാരീരിക പീഡകൾ അനുഭവിച്ചതെങ്കിൽ നിങ്ങളും സ്വജാതിക്കാരാൽ. അപ്പൊ തെസ്സലോനിക്ക പട്ടണത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന ഈ ദൈവമക്കളെ രക്ഷിക്കപ്പെടാത്തവർ അതിക്രൂരമായി നരനായാട്ടിന് തന്നെ വിധേയരാക്കി. നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറത്ത് മൃഗീയമായ വേട്ടയാടപ്പെടലുകൾക്കും ഉപദ്രവങ്ങൾക്കും ഇവർ വിധേയരാകേണ്ടി വന്നു. അതാ പറയുന്നത്, ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും. നിങ്ങൾ ശ്രദ്ധിക്കണേ, എപ്പോൾ തുടങ്ങിയതാ ഇത്? എല്ലാവരും എന്നോട് വരുന്നില്ല. എപ്പോൾ തുടങ്ങിയതാ? അല്ല, വരുന്നില്ല. എപ്പോൾ തുടങ്ങിയതാ? രക്ഷിക്കപ്പെട്ടപ്പോൾ തുടങ്ങിയതാ, അല്ലേ? ഇറങ്ങി വന്നപ്പം തുടങ്ങിയതാ. നമ്മളൊക്കെ കഷ്ടം മാറാനാ വരുന്നത്. ഒരു നല്ല ആമേനൊന്ന് പറയണം. പക്ഷെ തെസ്സലോനിക്ക സഭയിലുള്ളവർക്ക് വന്നപ്പോ തുടങ്ങിയ കഷ്ട. ഇങ്ങനെ ഒരു വശം കൂടെ ഉണ്ട് കേട്ടോ. എല്ലാവരും നല്ല ആമേനൊന്ന് പറഞ്ഞേ. കഷ്ടം മാറാൻ വരുന്നവരുണ്ട്, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പക്ഷെ വന്നതുകൊണ്ടൊരു കഷ്ടവും പിന്നെ ഉണ്ടാകില്ലെന്ന് ചിന്തിക്കരുത്. നാം അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടവരാണ്. എന്നോട് ചേർന്ന് ആമേൻ പറയാൻ മനസ്സുള്ള ദൈവമക്കളുടെ കരം ഞാനൊന്ന് കാണട്ടെ. കരവ് ശബ്ദവും ഉയർത്തി ദൈവത്തിന് നന്ദി പറയാം. പ്രശ്നങ്ങളില്ലാത്തൊരു സങ്കല്പ ലോകം നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. സ്വപ്നലോകത്ത് സഞ്ചരിക്കുന്നവരാകരുത് കൃപ ലഭിച്ച ദൈവമക്കൾ.
അപ്പൊ എന്ന് തുടങ്ങി? അന്ന് തുടങ്ങി. ഇന്ന് മാറും, നാളെ മാറും, മറ്റന്നാൾ മാറുമെന്ന് അവർ കാത്തിരുന്നു. പക്ഷെ പീഡ കൂടി കൂടി വരുന്നതല്ലാതെ പീഡയ്ക്കൊരു മാറ്റമില്ല. ഞാനത് തെളിയിക്കാവേ. 2 തെസ്സലോനിക്ക ലേഖനം എടുത്തേ. 2 തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങൾ. ആ നാളിൽ അവൻ തന്റെ വിശുദ്ധന്മാരിൽ 6 തൊട്ടുള്ള വാക്യങ്ങൾ. കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോട് കൂടെ ആശ്വാസവും പകരം നൽകുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലയോ? എന്താ പൗലോസ് പറയുന്നത്? നിങ്ങളെ പീഡിപ്പിക്കാറായോ? അവന്റെ എല്ലാം കണ്ണു പൊട്ടിക്കും. നിങ്ങളെ എറിയാൻ കല്ലെടുക്കുന്നവന്റെ കൈ അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിൽക്കും. ഒരു കല്ലും നിങ്ങളുടെ നേരെ വീഴുകയല്ല. അങ്ങനാണോ പറയുന്നത്? ഒന്ന് സ്തോത്രം ചെയ്ത് പറയും. എല്ലാവരും എൻ്റെ കൂടെ വരുന്നുണ്ടോ? പൗലോസ് ഇവിടെ പറയുകയാണ്, ഈ 2 തെസ്സലോനിക്ക ലേഖനം എഴുതുമ്പോഴും പീഡ മാറിയിട്ടില്ലെന്ന്. പൗലോസ് നാളെ മാറുമെന്നല്ല പറയുന്നത്. നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോട് കൂടെ ആശ്വാസവും പകരം നൽകുന്ന ഒരു നിത്യതയുണ്ടെന്നോർത്തോണം. പ്രതിസന്ധികൾ ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷെ ഈ മണ്ണിലെ പ്രതിസന്ധികളെ നിത്യതയുടെ വെളിപ്പാടിൽ അതിജീവിക്കാൻ കഴിയുന്നതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ മർമ്മമെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അവർ കരവും ശബ്ദവും ഉയർത്തി ഈ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ആ ബോധ്യമുള്ളവരാണ് ഇന്ന് രാത്രി വിളിച്ചു പറയുക, നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് എണ്ണുന്നു. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം തേജസ്സിന്റെ അനവധി ഘനമായി മാറും. വിശ്വാസത്താൽ എന്നോട് ചേർന്ന് ആമേൻ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? പ്രിയരെ, നിത്യതയുടെ വെളിപ്പാടിൽ ദൈവത്തെ സേവിക്കാനും നിത്യതയുടെ വെളിപ്പാടിൽ ഈ മണ്ണിലെ പ്രതിസന്ധികളെ അതിജീവിക്കാനും കഴിയും. എത്ര പേർക്ക് സ്തോത്രം ചെയ്തു പറയാൻ കഴിയും? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. ഇന്നിൻ്റെ മണ്ണിൻ്റെ പ്രതിസന്ധികളെ നിത്യതയുടെ വെളിപ്പാടിൽ അതിജീവിക്കാൻ കഴിയുന്ന ദൈവകൃപയുടെ ബഹുത്വത്തിനായി ഇന്ന് രാത്രി സ്തോത്രമെന്ന് പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ഉപവാസ പ്രാർത്ഥനയിൽ ആ ദൈവകൃപ എൻ്റെ മേലും നിങ്ങളുടെ മേലും കർത്താവ് പകരട്ടെ. അപ്പൊ ഒന്ന്, പൗലോസിനെ ആശങ്കാകുലനാക്കിയത് പരീക്ഷകൻ നിങ്ങളെ ഞങ്ങളുടെ പ്രയത്നം എന്ന് പറയും. പ്രയത്നം വെറുതെ നമ്മൾക്ക് ചിലപ്പോൾ പറയാം, എത്രയും ഉപവസിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് വേണ്ടി പട്ടിണി കിടന്നിട്ട് എടാ കുഞ്ഞ നീ തിരിച്ചു പോയല്ലോടാ ഒന്ന് പറഞ്ഞേ. ഒരാളെ നമ്മളെ കരഞ്ഞും പ്രാർത്ഥിച്ചു ആത്മീകമായി ഇല്ലാത്ത സമയം ഉണ്ടാക്കി വളർത്തി അവരുടെ വീട്ടിൽ ചെന്നിരുന്ന് കുത്തിയിരുന്ന് കരഞ്ഞ് വിശ്വാസത്തിന് വേണ്ടി നീടി നിലനിർത്തി ഒരു സുപ്രഭാതത്തിൽ കിട്ടച്ചു പോകുമ്പോൾ പറയല്ലേ, നിനക്ക് വേണ്ടി കരഞ്ഞത് വെറുതെ ആയിപ്പോൾ, ഞാൻ പട്ടിണി ഇരുന്നത് വെറുതെ ആയിപ്പോല്ലോ നിനക്ക് വേണ്ടി. ഇതേ പദല്ലേ പൗലോസ് ഉപയോഗിക്കുക. ഒന്ന് പറഞ്ഞേ, ഞങ്ങളുടെ പ്രയത്നം വെറുതെ ആയി പോയോ എന്ന് ഭയപ്പെട്ടു. ഒന്ന്, ഇറങ്ങിയപ്പോൾ തൊട്ട് തുടങ്ങിയ പീഡ വർദ്ധിക്കുന്നതല്ലാതെ ശമനമില്ല.
പൗലോസിനെ ആശങ്കാകുലനാക്കിയ ഒരു ഘടകം, ഈ ഉഗ്രമായ പീഡകളുടെ നടുവിൽ ഇവർ പിടിച്ചു നിൽക്കുമോ, അവർ ഇട്ടേച്ചു പോകുമോ എന്നൊരു ഭയം ആ ദൈവമനുഷ്യൻ്റെ അകത്തുണ്ടായി. ഇന്ന് രാത്രി ഭയത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഏത് പ്രതിസന്ധികളുടെ നടുവിലും നമ്മളെ കരുത്തോടെ നിലനിർത്തുന്നൊരു ദൈവകൃപയുണ്ടെന്ന് ഇന്ന് രാത്രി നിങ്ങളെ പറഞ്ഞൊന്ന് ഉറപ്പിക്കാനാ ആത്മാവ് എനിക്കൊരു നിയോഗം തന്നിരിക്കുന്നത്. എന്നോട് ചേർന്ന് ചങ്കുറ്റത്തോടെ ആമേൻ പറയുന്ന എത്ര പേരുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഏത് പ്രതിസന്ധിയിലും നമ്മെ നിലനിർത്തുന്ന ഒരു ദൈവകൃപയുണ്ട്. പൗലോസിനെ ആശങ്കാകുലനാക്കിയ രണ്ടാമത്തെ കാര്യം, ഈ സഭ സ്ഥാപിതമായിട്ട് അനേക വർഷങ്ങളൊന്നും ആയില്ല കേട്ടോ. വിശ്വാസത്തിൻ്റെ ശൈശവദശയിൽ അവർ. പക്ഷേ ആ സഭയിലുള്ള പ്രിയപ്പെട്ടവർ പെട്ടെന്ന് പലരും ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടു. എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? അകാലത്തിലുള്ള അവരുടെ പ്രിയപ്പെട്ടവരുടെ വേർപാട്. അതാണ് പൗലോസ് 1 തെസ്സലോനിക്കർ 4 വായിക്കുന്നത്. നിങ്ങൾ പ്രത്യാശയില്ലാത്ത, എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞേ, മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടുന്നതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ പറയാൻ കാരണം എന്നാ? അവരുടെ പ്രിയപ്പെട്ടവരൊക്കെ മാറ്റപ്പെട്ടപ്പോഴേ എല്ലാം നഷ്ടപ്പെട്ടവരെ പോലെ, മറ്റു മനുഷ്യരെ പോലെ അവർ ദുഃഖിക്കാൻ തുടങ്ങി. പ്രത്യാശയില്ലാത്ത, ഹലോ, നിങ്ങൾക്ക് അല്പം പ്രയാസം തോന്നുന്നുണ്ട് ഞാൻ ഈ പറയുമ്പോൾ. നിങ്ങളിപ്പോൾ ഒന്നും പ്രയാസപ്പെടണ്ട. ഒരു നല്ലൊരു ആശയത്തിലേക്ക് ഞാനിത് കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. അപ്പോൾ അവരുടെ പ്രിയപ്പെട്ടവരുടെ വേർപാട് അവരെ കർത്താവെ അങ്ങയെ സേവിക്കാൻ ഇറങ്ങിത്തിരിച്ചിട്ട്, പ്രതീക്ഷയോടെ അങ്ങയെ പിൻപറ്റിയിട്ട്, ദൈവമേ ഞങ്ങൾ വിശ്വാസത്തിന് വേണ്ടി വെറുതെ ഇറങ്ങിയവരല്ല, കനത്ത വില കൊടുത്ത് തന്നെ ഇറങ്ങിയവരാണ്. ബന്ധുക്കളിൽ നിന്ന്, ചാർച്ചക്കാരിൽ നിന്ന്, പ്രിയപ്പെട്ടവരിൽ നിന്ന്, നാട്ടുകാരിൽ നിന്നുണ്ടായ ഉഗ്രമായ പീഡകളുടെ നടുവിലും വിശ്വാസം തള്ളിക്കളയാതെ വില കൊടുത്ത് ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി നിന്നവരാ. പക്ഷെ അങ്ങനെ നിന്നിട്ടും എന്തുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു? പ്രിയരേ, ഒരു കോവിഡ് കാലം നമ്മളെ വിട്ട് പോയതേ ഉള്ളൂ. നമ്മെ വേദനിപ്പിച്ച എത്ര സംഭവങ്ങൾ, ആ ദിവസങ്ങളിൽ എത്ര ഫോൺ കോൾ എനിക്ക് വന്നെന്നറിയാം. പാസ്റ്ററേ അമ്മച്ച സ്വർഗത്തിൽ പോവോ? പാസ്റ്ററേ അമ്മച്ച സ്വർഗത്തിൽ. ഒരു സഹോദരി പോവിട്ട് നിലവിളിച്ചോട് ഞാൻ ചോദിച്ചു, എന്താ കാരണം? കല്ലറകളിലുള്ളവർ ദൈവപുത്രൻ്റെ, എൻ്റെ പാസ്റ്റർ കോവിഡിൻ്റെ ആരംഭം പീക്ക് ടൈമില്ല. ഡെഡ് ബോഡി കാണാൻ പോയിട്ട് അടുത്ത് എല്ലാം പോലും നിയമം അനുവദിക്കുന്നില്ല. ഡെഡ് ബോഡി മറവ് ചെയ്യാൻ നാട്ടുകാർ സമ്മതിക്കില്ല. മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും പഞ്ചായത്തുകളും ഗവൺമെൻറ് സെമിത്തേരികളിൽ അത് കത്തിക്കുകയാണ് അല്ലേ? അപ്പോൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, പാസ്റ്ററേ കല്ലറകളിലുള്ളവരല്ലേ ശബ്ദം കേൾക്കുക? അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പെന്തക്കോസ്തിൽ ഇതുപോലെ ശുദ്ധാത്മാക്കളുണ്ടെന്ന്. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ വരുന്നുണ്ടോ? പക്ഷെ ഞാൻ അവരോട് പറഞ്ഞ മറുപടി, 1-ാം നൂറ്റാണ്ടിൽ വലിയ വലിയ കൊലോസ്യങ്ങളിൽ ചക്രവർത്തിമാരും പ്രഭുക്കന്മാരും അന്നാട്ടിലെ ധനവാന്മാരുമൊക്കെ മൃഗയുദ്ധങ്ങളും മല്ലയുദ്ധങ്ങളും കാണാനായിട്ട് വരുമായിരുന്നു. ഇന്നത്തെ പോലെ ഇലക്ട്രിക് സംവിധാനങ്ങളൊന്നും അവിടെ ഇല്ല. ഇരുമ്പ് തൂണുകളിൽ ഇരുമ്പ് ചങ്ങല കൊണ്ട് ദൈവമക്കളെ പിടിച്ച് കെട്ടി മെഴുകുശീല ചുറ്റി മെഴുകുതിരി കത്തിക്കുന്നത് പോലെ അവരെ കത്തിച്ച് ആ വെളിച്ചത്തിൽ മൃഗയുദ്ധവും മല്ലയുദ്ധവും ഇവർ ആസ്വദിച്ചിരുന്നു. 1-ാം നൂറ്റാണ്ടിലെ 10,000-കണക്കിന് ദൈവമക്കളെ ഇരുമ്പ് തൂണുകളിൽ ഇരുമ്പ് ചങ്ങല കൊണ്ട് ബന്ധിച്ച് മെഴുകുശീല ചുറ്റി മെഴുകുതിരി കത്തിക്കുന്നത് പോലെ കത്തിച്ച് മെഴുകുതിരി ഊരുകി തീരുന്നത് പോലെ അവിടെ ഊരുകിത്തീർന്ന ലക്ഷക്കണക്കിന് വിശുദ്ധന്മാർ, വിശുദ്ധമതികൾ കാഹളം നാദത്തെങ്കിൽ ഉയർത്തെഴുന്നേറ്റ് വരുമെങ്കിൽ എങ്ങനെ അടക്കപ്പെട്ടു എന്നുള്ളതല്ല, ക്രിസ്തുവിലാണ് മരിച്ചതെങ്കിൽ ക്രിസ്തുവിൽ
ഭൂമിയിലാണ് ജീവിച്ചതെങ്കിൽ കാഹളനാദത്തിങ്കിൽ അവർ ഉയർത്തെഴുന്നേറ്റ് വരുന്നൊരു ദിവസമുണ്ട്. എന്നോട് ചേർന്ന് ആമേൻ പറയാൻ ഇന്ന് രാത്രി എത്ര പേർക്ക് മനസ്സുണ്ട്? അവരുടെ കര ഞാൻ ഒന്നുകൂടെ കാണട്ടെ. ആ കരവും ശബ്ദവും അല്ല, കരമടിച്ച് ഒരു മിനിറ്റ് ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എവിടെയെങ്കിലും തേങ്ങലുകൾ, വിങ്ങിപ്പൊട്ടലുകൾ ആരുടെയെങ്കിലും ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ദൈവവചനത്താൽ ഇന്ന് രാത്രി അത് എടുത്തു മാറ്റട്ടെ. ആ കരമടിച്ച് അല്പ നിമിഷം ശക്തിയോടെ ഈ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഭാഗം അധിക നേരം വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നെ ഒരു ഭാഗമുണ്ട്. അപ്പൊ അവരുടെ പ്രിയപ്പെട്ടവരുടെ വേർപാടുകൾ, അവരനുഭവിക്കുന്ന ശാരീരികമായ ഉപദ്രവങ്ങൾ, ഇതൊക്കെ നിമിത്തം പൗലോസിന്റെ അകത്തൊരു ചിന്ത, ദൈവമേ ഇവര് വിശ്വാസത്തിൽ നിൽക്കുമോ? ഇവരിത് ഇട്ടേച്ചു പോവോ? ഇട്ടേച്ചു പോകുമോ എന്ന് പൗലോസിനെ ഭയചകിതനാക്കിയത് പീഡകളല്ല, അവരുടെ പ്രിയപ്പെട്ടവരുടെ വേർപാടുകളുമല്ല. അവിടെ പറയുന്നൊരു പദം, പരീക്ഷകൻ നിങ്ങളെ, എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്തതിനോട് വരണം. പൗലോസിന് പിശാചിനെ അറിയാം. എന്താ അവനെക്കുറിച്ചുള്ള അറിവ്? അവൻ ചൂഷണം ചെയ്യുന്നവനാണ്. ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അവനും അവൻ്റെ ദൈവവുമായുള്ള ബന്ധത്തെ തകർത്ത് കളയാൻ, അതിനെ എങ്ങനെ ദുർവിനിയോഗം ചെയ്യണമെന്ന് സാത്താൻ അറിയാം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഈ പ്രതിസന്ധിയെ നിങ്ങളും നിങ്ങളുടെ ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് നിങ്ങളെ അകറ്റിക്കളയാൻ പിശാച് ദുർവിനിയോഗം ചെയ്യുമോ എന്നെനിക്ക് ഒരു ഭയമുണ്ടായിരുന്നു. ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്ത ദൈവമക്കളോട് പറയുന്നു, ജീവിതത്തിലെ ഒരു പ്രതിസന്ധിയെയും നമ്മുടെ ആത്മീക ജീവിതത്തെ ബാധിക്കാൻ, നാമും നമ്മുടെ ദൈവവുമായുള്ള ബന്ധത്തിന് വിള്ളൽ വരുത്താൻ ഇന്ന് രാത്രി അനുവദിക്കരുത്. ജീവിതത്തിൽ ആരെങ്കിലും അനുഭവിക്കുന്ന പ്രതിസന്ധികളെ ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് അകറ്റിക്കളയാൻ ഇന്ന് രാത്രി ദുഷ്ടപിശാച് പദ്ധതിയിടുമെങ്കിൽ, പാമ്പുകളെയും തേളുകളെയും ചവിട്ടാൻ, ശത്രുവിന്റെ സകല ബലത്തെയും കെടുത്താൻ അധികാരം തന്ന യേശുവിന്റെ നാമത്തിൽ ആ പൈശാചിക മണ്ഡലങ്ങളുടെ മേൽ ഇന്ന് രാത്രി ആത്മാവിൽ ഞങ്ങൾ ജയമേറ്റെടുക്കുന്നു. വിശ്വാസത്താൽ യേശുവിന്റെ രക്തത്താൽ ആ പൈശാചിക മണ്ഡലങ്ങളുടെ മേൽ ജയമെടുക്കാൻ കൃപ ലഭിച്ച എത്ര പേർ ഇവിടെ ഉണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ പൈശാചിക മണ്ഡലങ്ങൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറുന്നത് ആത്മാവിൽ എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നു. സാത്താൻ മുതലെടുപ്പിന് ശ്രമിക്കുന്നവനാണ്. രക്തം ചെയ്യും. എല്ലാവരും ഒന്ന് സ്തോത്രം പറഞ്ഞേ. രാത്രി ഒരു വിടുതൽ ദൈവം നമുക്ക് തരും. നിങ്ങളുടെ മനസ്സിൻ്റെ ചില മുറിവുകൾ ദൈവം കിട്ടും. ചില മേഖലകളിൽ ചൂഷണത്തിന് പരിശ്രമിക്കുന്ന ഇരുളിൻ്റെ വ്യാപാരങ്ങളുടെ മേൽ ദൈവം നിങ്ങൾക്ക് ജയം തന്ന് ജയാളികളായി ദൈവം നമ്മെ അയക്കും. ഇന്ന് രാത്രി നമുക്ക് വേണ്ടി ദൈവപ്രവൃത്തി വെളിപ്പെടും. എത്ര പേര് വിശ്വാസത്താൽ ആമേൻ പറയുന്നു? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചിലരെ ഉറപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്, ചിലരെ ധൈര്യപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. പിശാച് മുതലെടുപ്പിന് ശ്രമിക്കുന്നവനാണെന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇയ്യോബിൻ്റെ ജീവിതാനുഭവം. ഹലോ, ഇങ്ങനെ പറഞ്ഞു ഒന്നും വിരോധമൊന്നുമില്ലല്ലോ. ഇയ്യോബിൻ്റെ പുസ്തകം നടത്തി 2-ാം അധ്യായം 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. ഇയ്യോബിൻ്റെ പുസ്തകം 2-ാം അധ്യായം 9-ാമത്തെ വാക്യം. അവന്റെ ഭാര്യ അവനോട്, നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ ഇയ്യോബിന്റെ ഭാര്യ, ഞാനത് വിശദീകരിക്കുക, എന്നെ ഒതടം നോക്കിയാൽ. ഇയ്യോബിന്റെ ഭാര്യ ഇയ്യോബിനോട് പറയാ,
നീ ഇപ്പോഴും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ് മരിച്ചു കളാം. ഗ്രാമീണ ഭാഷയിൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ. നമ്മൾ പറയുന്ന ആത്മഹത്യ ചെയ്യാൻ പോയി ആത്മഹത്യ ചെയ്യാന്നാണോ പറയുന്നത്? അല്ല, അങ്ങനെ അർത്ഥത്തിലല്ല, ആ സെൻസിലെടുക്കരുത്. അത് ഈ ഭക്തനായി ജീവിച്ചിട്ട് എന്നാ ഗുണം? ഹലോ, ഒരാമേനെന്ന് പറഞ്ഞേ. യോബിൻ്റെ ഭാര്യ പറയുക, ഭക്തനായി ജീവിച്ചിട്ട് ഇത്രയും നാളും ഈ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ടിരുന്നിട്ടേ എന്താ ഗുണമുണ്ടായി? സാത്താൻ്റെ ഉദ്ദേശം എന്താ? ദൈവത്തെ ഇയ്യോബിനെ കൊണ്ട് തള്ളി പറയിപ്പിക്കണമെന്നാണ്. ഭാര്യയെ സാത്താൻ ഇവിടെ ഉപയോഗിക്കുന്ന വിധം നിങ്ങൾ കണ്ടോ? ഭക്തി കൊണ്ട് എന്താ ഗുണം? ദൈവത്തെ മുറുകെ പിടിച്ചതുകൊണ്ട് നിങ്ങൾക്ക് എന്നാ പ്രയോജനം ഉണ്ടായി? ഞാനേ ഒരു കാര്യം നിങ്ങളോട് പറയുക. ചിലപ്പോഴൊക്കെ ഇങ്ങനൊക്കെ തുള്ളാനും ചാടാനും കൊട്ടാനും മറുഭാഷ പറയാനും ഇതെല്ലാം കാതിലും കഴുത്തിലും എല്ലാം പറിച്ചു കളയാനും പോയിട്ട് രക്ഷിക്കപ്പെടാത്ത നിങ്ങളുടെ ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, നാട്ടുകാർ നെഞ്ചിന് നേരെ വിരൽ ചൂണ്ടി വിമർശനാത്മകമായി നിനക്കെന്നാ ഗുണം കിട്ടി? എന്തുകൊണ്ട് നിനക്കിങ്ങനെ സംഭവിച്ചു? നിൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ സംഭവിച്ചു? എന്തുകൊണ്ട് നീ ഇങ്ങനെ അനുഭവിക്കേണ്ടി വന്നു എന്ന് ചോദിക്കുമ്പോൾ ന്യായയുക്തമായൊരു മറുപടി പോലും പറയാൻ കഴിയാതെ മറ്റുള്ളവരുടെ മുമ്പിൽ തല കുനിയപ്പെടേണ്ടുന്ന അനുഭവങ്ങളിലൂടെ ഒരുപക്ഷെ കടന്നു പോകേണ്ടി വന്നാലും അവിടെയും എൻ്റെ ദൈവം ദൈവമെന്നും ഞാൻ അറിഞ്ഞ സത്യം സത്യമെന്നും ചങ്കൂറ്റത്തോടെ വിളിച്ചു പറയാൻ ഒരാത്മനിയോഗം നമുക്കുണ്ടാകണം. കഴമ്പുള്ളൊരാത്മീക ജീവിതത്തിന് ഇന്ന് രാത്രി ഞാനും നിങ്ങളും ഉടമകളാകണം. എന്നോട് ചേർന്ന് സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? പരിശുദ്ധാത്മാവ് ഈ രാത്രി വചനത്താൽ നമ്മെ ഉറപ്പിക്കുകയാണ്. നീ നമുക്ക് യോബിന്റെ ഭാര്യയൊക്കെ നമ്മൾ പെട്ടെന്ന് കുറ്റം പറയുന്നവര് അല്ലേ? പ്രത്യേകിച്ച് മലയാളികളായി നമ്മുടെ സ്വഭാവത്തിൽ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒന്നാണ് എന്തിനേയും വിമർശനാത്മകമായി കാണുക, അല്ലേ? പക്ഷെ ഇയ്യോബിൻ്റെ ഭാര്യയെ കുറ്റം പറയാൻ വരട്ടെ. സാത്താൻ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ അവൻ്റെ ഭാര്യയിലൊക്കെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ഒരു ചിന്തയുണ്ട്. എന്താ ചിന്ത? പറയാം. ദൈവത്തെ ത്യജിച്ച് പറയാൻ എന്തുകൊണ്ടാ ഇയ്യോബിൻ്റെ ഭാര്യ ഇയ്യോബിനോട് പറയുന്നേ? ഇയ്യോബിനെ 7000 ആട്, ഒന്ന് സ്വോത്രം ചെയ്ത് പറഞ്ഞേ, 3000 ഒട്ടകം, 500 കാള, 500 പെൺകഴുത, ആ ഭാഗത്തേക്കൊക്കെ വരാമേ, 7 3 10 മക്കൾ. ഇതിനെയൊക്കെ നശിപ്പിച്ചതാരാ? നിങ്ങൾ സ്വോത്രം ചെയ്തതിനോട് വരുന്നില്ല. ആരാ? അയ്യോ, നിങ്ങൾ ഒരാശയക്കുഴപ്പമുണ്ട് അവിടെ. പറയാം. ഇയ്യോബിൻ്റെ വേലക്കാരിൽ ഒരുത്തൻ ഓടി വന്ന് ഇയ്യോബിനോട് പറയുന്നത്, ദൈവത്തിൻ്റെ തീ ആകാശത്തു നിന്ന് വീണു കത്തി 7000 ആടുകളും വേലക്കാരും വെന്തുപോയി. ഞാൻ ഒരുത്തൻ മാത്രം ഇത് നിന്നോട് പറയാൻ വഴുതിപ്പോന്നു. ഹലോ, തീയിട്ടതാരാ? തീയിട്ടതാരാ? സാത്താനാ. ധൈര്യമായിട്ട് പറ. ഇന്നതൊന്നും ചെയ്യാൻ ദൈവം പറഞ്ഞില്ല. പറഞ്ഞോ? എന്ത് ചെയ്യണമെന്നുള്ളത് ഇവനാ തീരുമാനിച്ചത്. ആര്? പറ. ദൈവത്തോട് അനുവാദം മേടിച്ചു. പക്ഷെ ദൈവം പറഞ്ഞു ഇയ്യോബിൻ്റെ പ്രാണനെ മാത്രം. പക്ഷെ എന്തു മാർഗം അവലംബിക്കണമെന്നുള്ളത് അവൻ ചെയ്തു കണ്ടോ? 7000 ആടിനെയും നിരപരാധികളായ വേലക്കാരെയും തീയിട്ട്
കൊന്നുകളഞ്ഞു. പക്ഷേ വേലക്കാരൻ വന്ന് പറയുന്നതെന്നാ? സ്വാഭാവികതയല്ല, കാട്ടുതീയൊന്നുമല്ല, ദൈവത്തിൻ്റെ തീ. അപ്പം ആരാ തീയുടെ? പിശാച് ഇവൻ എല്ലാം ചെയ്യും. ഒന്ന് സ്വോത്രം പറ. ഈ നാശം മുഴുവൻ ഈ ദുഷ്ടപിശാച് ചെയ്യും. എന്നിട്ട് പഴി മുഴുവൻ ആർക്കാ? ഇവനെ കൊണ്ട് പറയിപ്പിക്കുന്ന ആര് തീയിട്ടെന്ന എന്ന് പറഞ്ഞ ആശയന്നാ? എടാ, ഈ 8 പൊട്ടും തിരിയാത്ത 7000 ആടിനെയും നിരപരാധികളായി ഈ വേലക്കാരെയും ഒക്കെ ഇങ്ങനെ വെണ്ണീറാക്കിയൊരു ദൈവം എത്ര ക്രൂരനാണെന്ന് ഇവരുടെ മുമ്പിൽ വരുത്തി തീർക്കുകയും ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് ഇയ്യോബിനെ തകർക്കുകയും ചെയ്യുക. അതാണ് പിശാച് ആസൂത്രണം ചെയ്ത പദ്ധതി. എല്ലാവരും നല്ലൊരു ആമേൻ എന്ന് പറഞ്ഞ്. അതിൻ്റെ അകത്ത് ഇയ്യോബിൻ്റെ ഭാര്യ വീണു. അതുകൊണ്ടാണ് ഇയ്യോബിനോട് പറയുന്നത്, എന്തിനാ ഈ ദൈവം, എന്തിനാ ഈ ഭക്തി, ഈ ക്രൂരത കാട്ടിക്കൂട്ടിയ ദൈവത്തെ നമുക്ക് വേണോ? ഇന്ന് രാത്രി ഞാൻ ദൈവമക്കളോട് വിളിച്ചു പറയുന്നു, പിശാച് തന്ത്രശാലിയാണ്, പിശാച് ഉപായിയാണ്. അവൻ പലതും ചെയ്തിട്ട്, അവൻ പലതും കാട്ടിക്കൂട്ടിയിട്ട് ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് നമ്മെ അകറ്റിക്കളയാൻ അവൻ അതൊരു ഉപാധിയാക്കി മാറ്റാൻ സാധ്യതയുണ്ട്. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 17ാമത്തെ രാത്രി പാമ്പുകളെയും തേളുകളെയും ചവിട്ടാൻ, ശത്രുവിന്റെ സകല ബലത്തെയും കെടുത്താൻ, പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ പ്രത്യക്ഷനായ ദൈവപുത്രനായ യേശുവിന്റെ നാമത്തിൽ ആ നിലയിൽ ഉയർന്നു നിൽക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറട്ടെ. വിശ്വാസത്താൽ സ്തോത്രം ചെയ്യാൻ മനസ്സുള്ള ദൈവമക്കൾ അക്കരമടിച്ച് രാത്രി അല്പനിമിഷം ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആ നിലകളിൽ ഉയർന്നു പോകുന്ന ചില പൈശാചിക പദ്ധതികളെ ഇന്ന് രാത്രി ദൈവാത്മാവ് ശാസിക്കുക. എനിക്ക് അല്പം ഭയാനകമായി തോന്നുന്നൊരു കാര്യം ഞാൻ പറയാം. 8ാം അധ്യായത്തിലേക്ക് തോന്നി. യോബിൻ്റെ പുസ്തകം 8ാം അധ്യായം അതിൻ്റെ 4ാമത്തെ വാക്യം വായിച്ചു. നിന്റെ മക്കൾ അവനോട് പാപം ചെയ്തെങ്കിൽ അവൻ അവരെ അവരുടെ അതിക്രമങ്ങൾക്ക് ഏൽപ്പിച്ചു കളഞ്ഞു. എല്ലാവരും ശ്രദ്ധിക്കണേ. ഹലോ, പിശാചിൻ്റെ തന്ത്ര ഉപായം ഞാനീ പറഞ്ഞു വരാം. നിന്റെ മക്കൾ അവനോട് പാപം ചെയ്തെങ്കിൽ, അവനോട് പറഞ്ഞാൽ ദൈവത്തെയാണ് അവിടെ വിഷമം. ദൈവത്തോട് പാപം ചെയ്തെങ്കിൽ, അടുത്ത നിങ്ങൾ ശ്രദ്ധിച്ച്, അവൻ അവരെ അവരുടെ അതിക്രമങ്ങൾക്ക് ഏൽപ്പിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ ദൈവം അവരെ കൊന്നുകളഞ്ഞു. ശാന്തമായി ചിന്തിച്ച് എന്നോട് വരണേ. ആരായി പറയുന്നേ? ഹലോ, രക്തം ജയം ഒന്ന് സ്തോത്രം ചെയ്ത് എന്നോടൊന്ന് വന്നേ. ആരായി പറയുന്നേ? ഇയ്യോബിൻ്റെ പ്രാണസ്നേഹിതന്മാരായി പറയുന്നേ. എന്നാ പറയുന്നേ? നിന്റെ മക്കളെ കൊന്ന ആരാന്നറിയാവോ? ഹലോ, നിന്റെ മക്കളെ കൊന്ന ആരാന്നറിയാവോ? ദൈവം. ഞാൻ ആ ഭാഗത്തേക്ക് വരാവേ. പക്ഷെ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞ ദൂതി ഞാൻ പറയാം. ആരാ ഇവര്? ഇത്രമാത്രം കഠിനമായ വാക്ക് ദുഃഖത്തിലിരിക്കുന്ന ഇയ്യോബിനോട് പറയുന്ന ഇവരാരാ? ഇവര് നല്ല മനുഷ്യരായിരുന്നു. രാത്രി എഴുതി വെച്ചു, ഏതു നല്ല മനുഷ്യരെയും നമുക്കെതിരാക്കാൻ പിശാച് പരിശ്രമിക്കും. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ ഉപവാസ പ്രാർത്ഥനയുടെ 17ാമത്തെ രാത്രി അങ്ങനെ ദുഷ്ടപിശാച് പദ്ധതിയിടുന്ന ഏതെങ്കിലും മേഖലകളുണ്ടെങ്കിൽ വചനത്താൽ അത് അഴിഞ്ഞു മാറട്ടെ. യേശുവിന്റെ നാമത്താൽ ഇന്ന് രാത്രി സ്വർഗ്ഗം നമുക്ക് ജയം തരട്ടെ. എന്നോട് ചേർന്ന് ചങ്കൂറ്റത്തോട് ആമേൻ പറയാൻ, യേശുവിന്റെ രക്തത്താൽ ആ മേഖലയിൽ ജയം ഏറ്റെടുക്കാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വ്യക്താക്കം കേട്ടോ, ഇവർ നല്ല മനുഷ്യരാണ്. യോബിൻ്റെ പുസ്തകം 2ാം അധ്യായം 2ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങളാണെന്ന് വെച്ചാൽ
ചിന്തിക്കുന്നൊന്ന് വായിച്ചേ. യോബിന്റെ പുസ്തകം 2-ാം അധ്യായം 11. അനന്തരം തേമാന്യനായ എലീഫസ്, ശൂഹ്യനായ ബിൽദാദ്, നയമാത്യനായ സോഫാർ എന്നിങ്ങനെ ഇയ്യോബിന്റെ 3 സ്നേഹിതന്മാർ ഈ അനർത്ഥമൊക്കെയും അവന് ഭവിച്ചത് കേട്ടപ്പോൾ അവർ ഓരോരുത്തൻ തന്താന്റെ സ്ഥലത്ത് നിന്ന് പുറപ്പെട്ട് അവനോട് സഹതപിപ്പാനും അവനെ ആശ്വസിപ്പാനും പോകണമെന്ന് തമ്മിൽ പറഞ്ഞൊത്തു. അവർ അകലെ വെച്ച് നോക്കിയാറെ അവനെ തിരിച്ചറിഞ്ഞില്ല. അവർ ഉറക്കെ കരഞ്ഞ് വസ്ത്രം കീറി പൊടിവാരി മേലോട്ട് തലയിൽ വിതറി. അവന്റെ വ്യസനം അതികഠിനമെന്ന് കണ്ടിട്ട് അവർ ആരും ഒരു വാക്കും മിണ്ടാതെ 7 രാപ്പകൽ അവനോടുകൂടെ നിലത്തിരുന്നു. അവരുടെ ആത്മം എത്രമായി ഇയ്യോബ് പരിതാപകരമായ രോഗത്തിലൂടെ കടന്നു പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഈ സ്നേഹിതന്മാർ വ്യത്യസ്ത സ്ഥലങ്ങളിൽ തമ്മിൽ പറഞ്ഞൊത്തു, നമുക്ക് പോകണം. എങ്ങനെ പോകണം? എന്തിനാ പോകുന്നത്? ഈ കഠിനവാക്ക് പറയാനാ? അവനെ ആശ്വസിപ്പിപ്പാനും. അല്ലാതെ ഒന്ന് പറഞ്ഞേ, അവനോട് സഹതപിപ്പാനും. അവനോട് ഒരുമിച്ച് അവനോട് സഹതാപം കാണിക്കണം, അവനെ ആശ്വസിപ്പിക്കണം. ഇനി അവരുടെ ആത്മാർത്ഥത കണ്ടോ? അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ അനുഭവത്തിലൂടെ പോവുകയാണ് ഇയ്യോബ്. ദൂരേന്ന് നോക്കിയപ്പോഴേ അവർക്ക് മനസ്സിലായി, അവർ ചിന്തിച്ചതിനപ്പുറത്ത് കഷ്ടങ്ങളിലാണ് ആര് കടന്നു പോകുന്നത്. അവരവരുടെ വസ്ത്രം കീറി പൊടി വാരി മേലോട്ട് എറിഞ്ഞു. അയ്യോ, അവരുടെ ആത്മാർത്ഥത കണ്ടോ? ഒരു നല്ല ആമേനെന്ന് പറഞ്ഞു. അവരുടെ ആത്മാർത്ഥത കണ്ടോ? ഇയ്യോബിനോടുള്ള അവരുടെ ആ കെയർ കണ്ടോ നിങ്ങൾ? ഒരക്ഷരം ഉരിയാടാതെ. ദൈവമേ, 21 ദിവസം ഉപവാസമൊന്നും ഇരിക്കുന്നതിന് വലിയ പ്രയാസമില്ല പാസ്റ്ററെ. പക്ഷെ ഒരു ദിവസം അല്ലേ, ആരോടും മിണ്ടാതെ ഒരു ദിവസം ഇരിക്കാന്ന് പറയുന്നത്. 7 രാപകൽ അവൻ്റെ വ്യസനമാതി കഠിനമെന്ന് കണ്ടിട്ട് ഇയ്യോബിനോട് എന്തു പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കും എന്ന് തോന്നത്തക്ക നിലയിൽ ഒരക്ഷരം ഉരിയാടാതെ അവർ 7 രാപകൽ കുത്തിയിരുന്നു. എങ്ങനെ കുത്തിയിരുന്നെന്നാ? അവനോട് കൂടെ. അത്ര നല്ല സ്നേഹിതന്മാരാന്നിവര്. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്തതിനോട് വന്നേ. ആ നല്ല സ്നേഹിതന്മാരെ കൊണ്ടാണ് ഈ കഠിന വർത്തമാനം, ഇരുളിൻ്റെ ശക്തി ഇയ്യോബിനെതിരെ പറയിപ്പിച്ചത്. ഇന്ന് രാത്രി ശ്രദ്ധിച്ചു, പരീക്ഷകനെ, പിശാചിനെ, ദുഷ്ട പൈശാചിക ശക്തിയെ കൃപ ലഭിച്ച അഭിഷക്തന്മാർ, ദൈവമക്കൾ തിരിച്ചറിയണം. നമ്മെ സ്നേഹിക്കുന്നവരെ, നമ്മോട് ആത്മാർത്ഥതയുള്ളവരെ നമ്മിൽ നിന്ന് അകറ്റിക്കളയാൻ ഇരുളിൻ്റെ വ്യാപാരങ്ങൾ വെല്ലുവിളിക്കും. ഇന്ന് രാത്രി സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ നസറേയനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അതിന്റെ മേൽ ജയം ഏറ്റെടുക്കുന്ന എത്ര ദൈവമക്കൾ ഉണ്ട്? അവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് അകന്നു നിൽക്കുന്ന ചില മേഖലകളെ വലിച്ചടിപ്പിക്കുന്ന രാത്രിയാണ്. വിശ്വാസത്താൽ സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്തോ കർത്താവിനോട് ശക്തമായിട്ട് ആ ദൂത് പറയുന്നു. ബന്ധങ്ങളിൽ വിള്ളൽ വീഴരുത്. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ, മക്കളുമായുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴരുത്. വിള്ളൽ വരുത്തുന്നത് ദുഷ്ടപിശാചാണ്, അന്ധകാര ശക്തിയാണ്. ഇന്ന് രാത്രി ദൈവമക്കൾ ആ മേഖലകളെ തിരിച്ചറിയണം. 19-ാം അധ്യായം എടുത്തു യോബിൻ്റെ പുസ്തകം. എന്തോ ദൈവാത്മാവിനോട് ശക്തമായി മേഖലയിൽ ഇടപെടുന്നു. യോബിൻ്റെ പുസ്തകം 19-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു. അവർ എൻ്റെ സഹോദരന്മാരെ എന്നോട് അകറ്റിക്കളഞ്ഞു. പിശാച് ചെയ്തൊരു കാര്യം കണ്ടോ? എൻ്റെ സഹോദരന്മാരെ എന്നോട് അകറ്റിക്കളഞ്ഞു. അടുത്തത്, എൻ്റെ പരിചയക്കാർ എനിക്ക് അന്യരായി തീർന്നു. എല്ലാവരും എന്നെ മുതോടെ നോക്കണം. ഞാൻ എന്നെ ആരായിരുന്നു എന്ന് പറയാവേ, അതുകൂടെ ഒന്ന് കേൾക്കണം. നിങ്ങൾ യോബിൻ്റെ പുസ്തകം 29-ാം അധ്യായം വായിക്കണം. വീട് ചെന്ന് വായിച്ചാൽ മതി. യോ പറയുന്നുണ്ട്, എൻ്റെ ദൈവമേ, എൻ്റെ പണ്ടത്തെ കാലം, എൻ്റെ ശുഭകാലത്തിലെ പോലെ ഞാൻ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. എൻ്റെ മക്കൾ എൻ്റെ മേശയ്ക്ക് ചുറ്റുമിരുന്ന്, അത് നല്ല കാലം.
എന്നിട്ട് പറയുകയാണ്, അന്ന് ഞാൻ വെണ്ണ കൊണ്ട് എൻ്റെ കാല് കഴുകി. നമ്മളൊക്കെ പച്ചവെള്ളത്തിലും ചൂടുവെള്ളത്തിലൊക്കെ കാല് കഴുകുന്നവരാണ്. ഇനി അത്യാവശ്യം മോരും വെള്ളത്തിലൊക്കെ ചില ത്വക്ക് രോഗങ്ങൾക്കൊക്കെ കാടി വെള്ളത്തിൽ കാല് കഴുകാൻ പറയുന്നവരൊക്കെ. പക്ഷെ യോബ് പറയുകയാണ്, അന്ന് ഞാൻ വെണ്ണ കൊണ്ട് എൻ്റെ കാലുകളെ. അപ്പോൾ ആ മനുഷ്യൻ ആരാണെന്നൊന്ന് ചിന്തിച്ചു. 2, പാറ തൈല നദികളെ എനിക്ക് ഒഴുക്കി തന്നു. പട്ടണത്തിൽ വിശാല സ്ഥലത്ത് ഞാൻ എൻ്റെ ഇരിപ്പിടം കൊണ്ട് വയ്ക്കുമ്പോൾ യൗവനക്കാർ എന്നെ കണ്ടിട്ട് ഓടി ഒളിച്ചു. അന്നത്തെ കാലത്ത് ഈ പട്ടണത്തിൽ വിശാല സ്ഥലത്ത് ഇരിപ്പിടം കൊണ്ട് വയ്ക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു ജഡ്ജിയായിരുന്നു. അന്നത്തെ കാലത്ത് ഒരു ന്യായാധിപനായിരുന്നു. ആര്? ഒന്ന് സ്വതന്ത്രം ചെയ്ത് പറഞ്ഞേ. അദ്ദേഹത്തിൻ്റെ നീതിബോധത്തിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ത്രാണിയില്ലാതെ യൗവനക്കാർ അദ്ദേഹത്തെ കണ്ടിട്ട് ഓടി ഒളിച്ചു. വൃദ്ധന്മാർ സംസാരം നിർത്തി, വൃദ്ധന്മാർ എഴുന്നേറ്റ് നിന്നു. അല്ലേ? പ്രഭുക്കന്മാർ സംസാരം നിർത്തി വാവത്തി. പ്രഭുക്കന്മാർ സംസാരം നിർത്തി. യോവനെ കാണുമ്പോൾ വാപൊത്തുന്ന മനുഷ്യൻ, യൗവനക്കാർ ഓടി ഒളിക്കുന്ന, വൃദ്ധന്മാർ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുന്ന, അത്ര സമുന്നതനായ ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു യോബ്. ആ യോബാ ഇപ്പൊ പറയുന്നത്, എൻ്റെ പരിചയക്കാർ. വായിച്ചോ? എൻ്റെ പരിചയക്കാർ എനിക്ക് അന്യരായി തീർന്നു. പരിചയക്കാർ എനിക്ക് അന്യരായി തീർന്നു. ഇങ്ങനെ ഒരു ആളെ അവരെ സ്തോത്രം ചെയ്ത് കണ്ടിട്ട് പോലും ഇല്ല. നമ്മളും പറയാറില്ല, അവൻ നന്ദി കേട്ടവൻ, ഞാൻ അവൻ എന്ത് ഉപകാരം ചെയ്തിട്ടുള്ള. നിങ്ങൾ എത്ര ഉപകാരം ചെയ്തവരും നന്ദി കെട്ടവരായതുകൊണ്ടല്ല, അവരെ അങ്ങനെ ആക്കിക്കളയുന്നൊരു പൈശാചിക മണ്ഡലമുണ്ട്. അത് നമ്മോടുള്ള വെല്ലുവിളിയാണെന്ന് ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞ് മനുഷ്യരോട് മുഷിയാതെ അതിനിടയിൽ ചലിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ ഇന്ന് രാത്രി ആത്മാവിൽ തിരിച്ചറിയാൻ, അതിന്മേൽ ജയം തരാൻ സ്തോത്രത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ വചനത്തിന്റെ ദൂത് ഈ രാത്രി നമുക്ക് ചില മേഖലകളിൽ ജയം തരിക മാത്രമല്ല, ചില മനോഭാവങ്ങൾക്ക് ഇന്ന് രാത്രി ദൈവം വ്യത്യാസം വരുത്തുകയാണ്. എന്റെ പരിചയക്കാർ എനിക്ക് അന്യരായി തീർന്നു. അടുത്തത്, എന്റെ ബന്ധുജനം ഒഴിഞ്ഞു മാറി. എന്റെ ബന്ധുജനം ഒഴിഞ്ഞു മാറി. പണ്ടേ ആ ന്യായാധിപനായി വിശാല സ്ഥലത്തൊക്കെ ഇരിക്കുന്ന സമയത്ത് എല്ലാ യവനക്കാരും ഓടി ഒളിക്കുമ്പോൾ, പ്രഭുക്കന്മാർ സംസാരം നിർത്തി വാപൊത്തുമ്പോൾ, വൃദ്ധന്മാർ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുമ്പോൾ, അടുത്ത ബന്ധത ഇല്ലാത്തവർ പോലും പറയുമായിരുന്നു, അത് ഞങ്ങളുടെ ആളാ, അത് ഞങ്ങളുടെ ഒരടുത്ത ബന്ധം ഉണ്ടാക്കുന്നത്. അകന്ന ബന്ധമാണെങ്കിൽ പോലും പരിചയപ്പെടുത്തുമ്പോൾ, പക്ഷെ ആ ബന്ധുജനവേ, ഹലോ എന്ന് രക്തം ചെയ്യാൻ പറഞ്ഞേ, ബന്ധുജനം ഒഴിഞ്ഞു മാറി. ഹല്ലേലൂയ. ബന്ധങ്ങളെ തകർക്കുന്നത് പിശാചാണ്. ബന്ധങ്ങളെ തകർക്കുന്നത് പിശാചാണ്. ഇന്ന് രാത്രി ഉപവാസ പ്രാർത്ഥനയിൽ യേശുവിൻ്റെ നാമത്തിൽ ദൈവം തന്ന ബന്ധങ്ങളെ ഉടച്ചു കളയുന്ന പൈശാചിക മണ്ഡലങ്ങളെ ഇന്ന് രാത്രി അഴിഞ്ഞു മാറുന്ന അധികാരത്തോടെ അധരം തുറന്ന് പറയാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. വചനത്തിലൂടെ ഈ രാത്രി കർത്താവ് ഒരു വിടുതൽ ഇതിനകത്ത് അയക്കും. വിശ്വാസത്താൽ ഞാനത് തിരിച്ചറിയുന്നു. വെറുതെയല്ല തന്റെ വചനം ദൈവം അയക്കുന്നത്. ആ വചനത്തിന്റെ പ്രവൃത്തി ഇന്ന് രാത്രി സ്വർഗം ചെയ്യുകയാണ്. ബന്ധുജനം ഒഴിഞ്ഞു മാറി. അടുത്തത്, എന്റെ ഉറ്റ സ്നേഹിതന്മാർ എന്നെ മറന്നു കളഞ്ഞു. എന്റെ ഉറ്റ സ്നേഹിതന്മാർ എന്നെ മറന്നു കളഞ്ഞു. അടുത്തത്, എന്റെ വീട്ടിൽ പാർക്കുന്നവരും എന്റെ ദാസികളും എന്നെ അന്യനായി. എന്റെ വീട്ടിൽ പാർക്കുന്നവരും എന്റെ ദാസികളും എന്നെ അന്യനായി. വിശദീകരിക്കുന്നില്ല. അടുത്തത്, ഞാൻ അവർക്ക് പരദേശിയായി തോന്നുന്നു. എങ്ങാണ്ട് എവിടെ നിന്നോ വന്ന് വലിഞ്ഞു കയറി വന്ന ആരാ പറയുന്നേ? സ്വോത്രം പറഞ്ഞേ വീട്ടുകാര്. ഞാൻ അവർക്ക് എന്താ പരദേശി എന്ന് പറഞ്ഞ്? പരിചയമില്ലാത്ത എവിടെ നിന്നോ വന്ന്.
ഹലോ, മനുഷ്യർക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാൻ പറ്റുമോ? പറ്റും. പിശാച് അങ്ങനെയൊക്കെ മനുഷ്യരെ ആക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇന്ന് രാത്രി കൃപ ലഭിച്ച ദൈവമക്കൾ വിളിച്ചു പറ, അതിൻ്റെ മേലും എനിക്ക് ജയം തരുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രമെന്ന് ഇന്ന് രാത്രി നിയോഗത്തോടെ വിളിച്ചു പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ഞാൻ ആത്മാവിൽ ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, അകന്നുപോയ ചില ബന്ധങ്ങളെ ഇന്ന് രാത്രി ദൈവം അടുപ്പിക്കട്ടെ. ഞാൻ അവർക്ക് പരദേശിയായി തോന്നുന്നു. അടുത്തത്, ഞാൻ എന്റെ ദാസനെ വിളിച്ചു, അവൻ വിളി കേൾക്കുന്നില്ല. അയ്യോ, ഞാൻ എന്റെ ദാസനെ വിളിച്ചു, അവൻ വിളി കേൾക്കുന്നില്ല. കേൾക്കാഞ്ഞിട്ടല്ല. ഹലോ, കേൾക്കാഞ്ഞിട്ടല്ല, കേട്ടിട്ടുണ്ട്. പക്ഷെ കേട്ടിട്ടും കേൾക്കാത്തവനെ പോലെ നടിക്കുക. ആരായിരുന്നു നിങ്ങൾ? പണ്ടായിരുന്നെങ്കിലേ ഇവൻ ആരാ? ദാസന അല്ലേ? വിളിച്ചിട്ടും വിളി കേൾക്കുന്നില്ല. എങ്ങനെ ഇരുന്നാള്? യൗവനക്കാർ കണ്ടിട്ടേ ഓടി ഒളിച്ച, വൃദ്ധന്മാർ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ച, പ്രഭുക്കന്മാർ സംസാരം നിർത്തി വാ പൊത്തി ഒരു മനുഷ്യൻ വീട്ടിലെ വേലക്കാരനോട് അവനെ ഒന്ന് വിളിച്ചിട്ട് വിളി കേൾക്കാത്തവനെ പോലെ വന്ന് അടിക്കുക. അടുത്തത്, എന്റെ വായ കൊണ്ട് ഞാൻ അവനോട് യാചിക്കേണ്ടി. എൻ്റെ ദൈവമേ, ഒന്ന് ചിന്തിച്ചാൽ സ്ഥിതി ഒന്ന്. നമ്മൾ ഇയ്യോബിൻ്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും ദൈവം വരുത്തി അവസാനം കണ്ടുപിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു നല്ല സ്തോത്രം എന്ന് പറഞ്ഞിട്ടുണ്ട്. എടാ കുഞ്ഞെ, എനിക്കൊരു ഗ്ലാസ് വെള്ളം താടാ എന്ന്, എന്നെ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കടാ. നിങ്ങൾ ഇയ്യോബിൻ്റെ പുസ്തകം വീട്ടിൽ ചെന്നൊന്ന് മനസ്സിരുത്തി വായിക്കണം കേട്ടോ. അപ്പോഴൊരു കുഞ്ഞു തലവേദന വരുമ്പോൾ ഞാൻ ഇനിയും പാടാനും പോകുന്നില്ല, തുള്ളാനും പോകുന്നില്ല. ഓ, ഏതാ മഴ നനഞ്ഞൊരു പനി വന്നപ്പം ഒന്ന് സ്തോത്രം പറഞ്ഞേ. നമ്മുടെ ആത്മീയത യോബിൻ്റെ കഷ്ടം അറിയണം. ഒറ്റ ഭാഗം മനസ്സിലായി. യോബ് പറയാണ്, അവനെ കാണാൻ വരുന്നവരുടെ കാര്യം പറയുക, അവർ കാർക്കിച്ചു തുപ്പാനും ശങ്കിക്കുന്നില്ലെന്നാ. നിങ്ങളൊരു മനുഷ്യനെ കാണാൻ പോയാൽ തുപ്പുവോ? അങ്ങേരെ തുപ്പുവൊന്നുമല്ല, അങ്ങേരുടെ കാണുക തുപ്പുവോ? പറ, വല്ല നിവൃത്തിയുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് കൊണ്ട് നമ്മൾ ഇറങ്ങിപ്പോയില്ല തുപ്പുള്ളൂ അല്ലേ? പക്ഷെ ഇയ്യോബിൻ്റെ ശരീരത്തിലെ ദുർഗന്ധം നിമിത്തം, അയ്യോ, ആ ഭക്തൻ പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ടോ? രാത്രിയാകുമ്പോൾ പകലാകണം, പകലാകുമ്പം രാത്രിയാകണം. മാനസിക സംഘർഷം. എന്താ പകലാകുമ്പോൾ രാത്രിയാകണമെന്ന് പറയും? പകലാണ് അവനെ കാണാൻ ആൾ വരുന്നത്. എല്ലാവരും വരുന്നത് മനസ്സിലാവുന്നുണ്ടോ? കാഴ്ചക്കാർ വരുമ്പോൾ ഈ ദുർഗന്ധമെല്ലാം കൂടെ കണ്ടിട്ട് അവർ തുപ്പുക. അപ്പം അയ്യോ പറയാം, എൻ്റെ ദൈവമേ, രാത്രിയാകുകയായിരുന്നെങ്കിലേ ഈ സന്ദർശകരൊന്നും ഉണ്ടാകത്തില്ലായിരുന്നല്ലോ, എനിക്ക് ഈ കാഴ്ച കാണണ്ടായിരുന്നല്ലോ. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞ്. പകലാകുമ്പം എന്താകണം? രാത്രിയാകുമ്പോഴത്തേക്ക് ചെന്ന പകലാണ്. എന്താ കാരണം അറിയാവോ? എന്നെ കടിച്ച് കാരുന്നവന് ഉറക്കമില്ല. ആര്? പുഴുവും കൃമിയും. എല്ലാവരും എന്നോട് ഒന്ന് വന്നേ. പുഴുവും കൃമിയും രാത്രിയാണ് അവരുടെ പണി ചെയ്യുന്നത്. ഈ വ്രണങ്ങളിലൂടെ കടിച്ച് കാരുകയാണ്. യോ പറയുന്നുണ്ട്, എനിക്ക് ഉരുളുക തന്നെ പണി. എല്ലാവരും എന്നോട് സ്തോത്രം ചെയ്ത് വരുന്നുണ്ടോ? എനിക്ക് ഉരുളുക തന്നെ. എൻ്റെ പ്രിയരെ, ഉറക്കമില്ലാത്ത ഒരു രാത്രി, അത് എന്തൊരു രാത്രിയാണ്. വർഷങ്ങൾ യോ പറയും, എനിക്ക് ഉരുളുക തന്നെ. അപ്പം ഈ ഉറക്കമില്ലാത്ത രാത്രിയിൽ ഈ പുഴുവും കൃമിയും കൂടെ കടിച്ച് കാരുമ്പോൾ യോ പറയും, എൻ്റെ ദൈവമേ, പകലാകാരുന്നെങ്കിൽ 10 മനുഷ്യരെയെങ്കിലും കണ്ടുകൊണ്ട്
പകലാകുമ്പോൾ ദൈവമേ രാത്രിയാകുമായിരുന്നെങ്കിൽ. പ്രിയരെ, സ്തോത്രം ചെയ്ത് പറയാണ്, ഒരു നിസ്സാര കാര്യങ്ങളിലും ദൈവത്തോട് പിറുപിറുക്കരുത്. എത്ര പേർക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാൻ കഴിയും? ജീവിതത്തിലെ തിക്താനുഭവങ്ങളിൽ ദൈവത്തോട് പിറുപിറുക്കരുതേ. ദൈവത്തോട് ഒരു വാക്കുപോലും അവിവേകത്തോടെ സംസാരിക്കരുതേ. പലർക്കും നേരിട്ടിട്ടുള്ള ഒരു പരീക്ഷയും ദൈവം നമുക്ക് തന്നിട്ടില്ല കേട്ടോ. നിസ്സാര കാര്യങ്ങളിൽ പൊട്ടിത്തെറിക്കുന്നവരെ, ദൈവത്തോട് ആവലാതി പറയുന്നവരെ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ, ദൈവത്തിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കാതെ, ദൈവമേ അങ്ങേക്ക് പ്രസാദമുള്ള ഒരു ആത്മീക ജീവിതം നയിക്കാൻ എനിക്ക് കൃപ തരണമെന്ന് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരവ് ശബ്ദവും ഉയർത്തി ഈ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യാം പ്രിയരേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എൻ്റെ ദാസനോട് യാചിക്കേണ്ടി വരുന്നു. ബാക്കി എന്റെ വായ കൊണ്ട് ഞാൻ അവനോട് യാചിക്കേണ്ടി വരുന്നു. അടുത്തത്, എന്റെ ശ്വാസം എന്റെ ഭാര്യയ്ക്ക് അസഹ്യവും എന്റെ യാചന എന്റെ ഉടപ്പിറന്നവർക്ക് അറപ്പും ആയിരിക്കുന്നു. അടുത്തത്, പിള്ളേരും എന്നെ പിള്ളാരും എന്നെ നിരസിക്കുന്നു. ഒരു കാര്യം പറഞ്ഞു, ആ ഭാവത്തോടെ ഞാൻ ഇവിടെ പറയുക, പിള്ളാരും എന്നെ നിരസിക്കുന്നു എന്ന് പറഞ്ഞാൽ പിള്ളേർ തൊട്ട് ഒന്ന് സ്തോത്രം പറഞ്ഞു, എല്ലാവരും യോബിനെതിരായി. രക്തം ജയം അല്ല, സാത്താൻ എല്ലാവരെയും യോബിനെതിരാക്കി. ബന്ധങ്ങളെ തകർക്കുന്നതും ബന്ധങ്ങളെ മുറിക്കുന്നതും ബന്ധങ്ങളെ നമുക്കെതിരാക്കുന്നതും പൈശാചിക മണ്ഡലമാണെങ്കിൽ ഇന്ന് രാത്രി ഉപവാസ പ്രാർത്ഥനയിൽ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എൻ്റെ കുടുംബത്തിൽ ഞാനും എൻ്റെ ഭാര്യയും ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും എൻ്റെ സഹോദരങ്ങളും തമ്മിലുള്ള ബന്ധത്തെ, സഭയാം വിശ്വാസികളുമായുള്ള ബന്ധത്തെ, ദൈവദാസന്മാരും തമ്മിലുള്ള ബന്ധത്തെ, ദൈവദാസന്മാരും ദൈവമക്കളും തമ്മിലുള്ള ബന്ധത്തെ ഉടച്ചു കളയാൻ ഒരു പൈശാചിക മണ്ഡലങ്ങളെയും അനുവദിക്കയിൽ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി അതിന്മേൽ ജയം ഏറ്റെടുക്കുന്നു എന്ന് പറയാൻ മനസ്സുള്ള ദൈവമക്കളെ കരമടിച്ച് അല്പനിമിഷം ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി ഇതിനകത്ത് വെളിപ്പെടുന്നു. എന്നെ വേദനിപ്പിച്ചൊരു വാക്കാത്. ഈ നല്ല സ്നേഹിതന്മാർ പറയുക, ആരാ മക്കളെ കൊന്നേ? പറ. ദൈവം. ദൈവമാണോ കൊന്നേ? പറ. അല്ല. പക്ഷെ ആരാ ഇത് ചെയ്തെന്നാ വരുത്തി തീർക്കുന്നേ? ഒന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞേ. സാത്താൻ ഈ സ്നേഹിതന്മാരെ കയ്യിലെടുത്തു. അവരെ കൊണ്ട് പറയിപ്പിക്കുക. അതാരാ ചെയ്തെന്നറിയാവോ? ദൈവം. എന്താ ജീവൻ ചെയ്യാൻ കാരണം? അവരുടെ അകൃത്യമാ. പ്രിയരെ, നെഞ്ചത്ത് കൈവച്ചോടെ പറയാ, ഒരു മനുഷ്യരോടും എന്തു പ്രകോപനമുണ്ടായാലും അവരുടെ കണ്ണു നനയുന്ന, അവരുടെ ഹൃദയം വേദനിക്കുന്ന ഒരു വാക്ക് പറയരുത്. എത്ര പേർക്ക് ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാൻ കഴിയും? കർത്താവേ, ആരോടും എന്തു പ്രകോപനമുണ്ടായാലും അവരുടെ കണ്ണും നനയുന്നതും അവരുടെ ഹൃദയം വേദനിക്കുന്നതുമായ ഒരു വാക്കും എന്നിൽ നിന്നുണ്ടാകാൻ ഇടവരരുതേ. എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും എൻ്റെ കർത്താവിന് പ്രസാദകരമായിരിക്കാൻ കൃപ തരണമേ എന്ന് ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരുടെ കരം ഞാനൊന്ന് കാണട്ടെ. കരവ് ശബ്ദവും ഉയർത്തി ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ ഒരു യോഗത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തു പോകാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. ആരോടായി പറയുന്നേ? എന്തായി പറയുന്നേ? 10 ഡെഡ് ബോഡി കണ്ടൊരു അപ്പനാ.
ഒന്നിനെ പോലും മിച്ചം കിട്ടിയില്ല. ഇനി ഈ മക്കൾ അകൃത്യം ചെയ്തവരാണോ? സ്വോത്രം ചെയ്ത് പറഞ്ഞേ. ഈ മക്കളെപ്പോലെ നല്ല മക്കൾ വേറെ ആരാ ഉള്ളത്? രണ്ട് കാര്യങ്ങളാണ് എനിക്ക് അവരോട് കുറിച്ച് പറയാനുള്ളത്. ഒന്നാമത്തെ പ്രത്യേകത, ബന്ധങ്ങൾക്ക് വില കൽപ്പിച്ചവരാ ആ മക്കൾ. തൻ്റെ അടുത്തോട് നല്ല ആമേനെന്ന് പറഞ്ഞ് ബന്ധങ്ങൾക്ക് അവർ വില കൊടുത്തു അല്ലേ? ഓരോരുത്തരുടെ ദിവസം അല്ലേ, വിശേഷ ദിവസങ്ങൾ മതി. ജന്മദിനം വല്ലതും വരുമ്പോഴേ, ബർത്ത്ഡേ വല്ലതും വരുമ്പോഴേ, എൻ്റെ ദൈവമേ, ഇനി ലൈവിൽ കൂടെ കേൾക്കുന്നവരാരെങ്കിലും കെ ജെ തോമസ് ജന്മദിനം ആഘോഷിച്ചാൽ അതൊന്നും പറയല്ലേ, ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ. ഒരു നല്ല ദിവസം വരുമ്പോൾ സഹോദരിമാരെ കൂടെ ആളയച്ച് എന്നോട് പിണങ്ങൊന്നും ചെയ്യരുത്. സ്വർഗത്തിൽ ചെല്ലുമ്പം ഭാര്യയും ഭർത്താവും മക്കളും സഹോദരങ്ങളും ഒന്നുമില്ല. സ്വർഗത്തിൽ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ എന്നാ സ്വർഗമായി എന്നത്. ഞാൻ, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, പിന്നെ എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ, എൻ്റെ സഹോദരങ്ങൾ, അവരുടെ കുടുംബം, അവരുടെ കുഞ്ഞുങ്ങൾ, എൻ്റെ അമ്മായിപ്പൻ, എൻ്റെ അമ്മായിമ്മ, എൻ്റെ അളിയന്മാർ, അവരുടെ കുടുംബം. അങ്ങനെ എന്നെ ചുറ്റിപ്പറ്റി ഒരു പ്രത്യേക തുരുത്ത്. അങ്ങനെ നിങ്ങളെ എല്ലാവരെയും ചുറ്റിപ്പറ്റി ഓരോ തുരുത്ത് കണ്ടേനെ. സ്വർഗമേ ഓരോ ദ്വീപായിട്ട് അങ്ങനെ ഇല്ല. സ്വർഗത്തിൽ അങ്ങനെ ഒരു സംവിധാനം ഇല്ല. എൻ്റെ ഭാര്യയോട് എനിക്കൊരു പ്രത്യേക അടുപ്പവും എൻ്റെ മക്കളെ കാണും ഇല്ല. അതല്ല, നമ്മൾ ഈ ജഡശരീരത്തിൽ വസിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. ആത്മമണ്ഡലം വേറൊന്നാണ്, നിത്യത വേറെ ഒന്നാണ്. ദൈവ സാന്നിധ്യത്തിൽ എല്ലാം മറക്കുന്ന, ദൈവ സാന്നിധ്യം മാത്രം എല്ലാം എല്ലാമായി മാറുന്ന നിത്യതയുടെ സംവിധാനമാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്. എത്ര പേർക്ക് ഇന്ന് രാത്രി ഞാൻ പറയുന്നത് തിരിയുന്നുണ്ട്? എത്ര പേർക്ക് അത് തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ ഇന്ന് രാത്രി ഇടവരുന്നുണ്ട്? അപ്പൊ ഞാൻ പറഞ്ഞതേ, സ്വർഗത്തിൽ ചെന്നിട്ട് ബന്ധങ്ങൾ നിലനിർത്താൻ പറ്റില്ല. ബന്ധങ്ങൾ മണ്ണിലേ ഉള്ളൂ. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം, മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം മണ്ണിലേ ഉള്ളൂ. എന്തു വില കൊടുത്തും എന്തു വിട്ടുവീഴ്ച വരുത്തിയും ബന്ധങ്ങൾ നിലനിർത്തണം. അതിന് സഹിക്കണമെങ്കിൽ സഹിക്കണം, ക്ഷമിക്കണമെങ്കിൽ ക്ഷമിക്കണം, കണ്ടില്ലെന്ന് നടിക്കണമെങ്കിൽ കണ്ടില്ലെന്ന് നടിക്കണം, കേട്ടില്ലെന്ന് നടിക്കണമെങ്കിൽ കേട്ടില്ലെന്ന് നടിക്കണം, മടയനാകണമെങ്കിൽ മടയയാകണമെങ്കിൽ അതിന് തയ്യാറാകണം. ഇന്ന് രാത്രി സ്തോത്രം ചെയ്ത് പറ, എനിക്ക് ദൈവം തന്ന ഒരു ബന്ധങ്ങളും ഉലയാൻ, ഉടയാൻ, തകരാൻ ഞാൻ അനുവദിക്കയില്ല. സ്വർഗം എനിക്ക് തന്ന കൃപയാലും പരിജ്ഞാനത്താലും എൻ്റെ ബന്ധങ്ങളെ ഞാൻ ചേർത്ത് പിടിക്കുമെന്ന് ഇന്ന് രാത്രി പറയാൻ മനസ്സുള്ള ദൈവമക്കൾ കരമടിച്ച് ആധരങ്ങൾ തുറന്ന് ഒരിക്കൽ കൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. നമ്മുടെ കുടുംബങ്ങൾ സ്വർഗത്തിന്റെ പതിപ്പായി മാറട്ടെ. കരമടിച്ച് ആധരങ്ങൾ തുറന്ന് ഈ രാത്രി ആത്മനിറവിൽ ദൈവത്തെ സ്തുതിക്കാം. നഷ്ടപ്പെട്ട കുടുംബ ബന്ധങ്ങളിലേക്ക് ഈ രാത്രി കർത്താവ് നമ്മെ മടക്കി വരുത്തുകയാ. നല്ല മക്കളാണ്, ബന്ധങ്ങൾക്ക് വില കൽപ്പിച്ചവർ. രണ്ടാമത്തെ കാര്യം, എന്നെ ഏറ്റവും അധികം കണ്ണ് നനയിപ്പിച്ചൊരു സംഭവം. യോബേ മക്കളെ ആളയച്ചു വരുത്തും, എന്നിട്ട് അവരെ ശുദ്ധീകരിക്കും എന്ന് പറഞ്ഞ ആശയം എന്നറിയോ? ദൈവമേ, സുഖലോലുപതയുടെ മടിത്തട്ടിൽ വളരുന്ന മക്കളാണ് ഇവർ. ഒന്നിനും ഒരു കുറവും. പുറമെ എൻ്റെ മക്കൾ നല്ലവരാ, പക്ഷെ ഇത്രയും സമ്പത്തിൻ്റെ മടിത്തട്ടിലൊക്കെ വളരുമ്പോൾ അറിയാതെ അവരുടെ ഹൃദയത്തിനകത്ത് അഹങ്കാരം വല്ലതും വന്നിട്ടുണ്ടോ എനിക്കറിയില്ലല്ലോ.
അങ്ങനെ തൻ്റെ കണ്ണിൽ പെടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും അതുപോലും തൻ്റെ മക്കളിൽ ഒരു പാപത്തിൻ്റെ കരടായി കിടക്കാൻ പാടില്ലെന്നോർത്ത് മക്കളെ ആളയച്ചു വരുത്തി അവർക്ക് വേണ്ടി യാഗം കഴിച്ച് അവരെ ശുദ്ധീകരിച്ച ആ ഭക്തനോടാ പറയുന്നത്, തൻ്റെ മക്കൾ ദൈവഭക്തരായിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച ഒരപ്പനോടാണ് ദുഷ്ടപിശാച് ഇവരെ കൊണ്ട് പറയിപ്പിക്കുന്നത്. നിന്റെ മക്കൾ അകൃത്യം ചെയ്തവരാണ്, അതുകൊണ്ട് അവരെ കൊന്നുകളഞ്ഞെന്ന് ഇന്ന് രാത്രി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാമോ? പിശാച് തന്ത്രശാലിയാണ്, അവൻ പരീക്ഷകനാണ്. ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ നാമും നമ്മുടെ ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് തകർത്ത് കളയാൻ ഇരുളിന്റെ ശക്തികൾ മുഖാന്തരമാക്കി മാറ്റും. ഇന്ന് രാത്രി യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ഈ വചനം ഇവിടെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്നിൽ വ്യാപരിക്കുന്ന ആത്മീയ അധികാരത്താലും ഞാൻ ശുശ്രൂഷിക്കുന്ന വചനത്തിന്റെ ശക്തിയാലും അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മേൽ പണം വിടർത്തിയാടുന്ന പൈശാചിക മണ്ഡലമുണ്ടെങ്കിൽ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ അത് അഴിഞ്ഞു മാറട്ടെ. പരിശുദ്ധാത്മാവ് നിയോഗം തരുന്ന ദൈവമക്കൾ പോരാ, കരമടിച്ചാധരങ്ങൾ തുറന്ന് യേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ച് ആ പൈശാചിക മണ്ഡലത്തിന്റെ മേൽ ജയമേറ്റെടുക്കട്ടെ. ഞാൻ വാക്കുകൾ ഉപസംഹരിക്കാം. എന്നാൽ അതിനു മുമ്പ് ഒരു മറുവശം കൂടെ പറയണം. പരീക്ഷകൻ അവരെ പറഞ്ഞേ പരീക്ഷിച്ചോ. മോനെ ഇപ്പം നിർത്താൻ പോവല്ല, ചെറുക്കഴിഞ്ഞ ഞങ്ങളുടെ പ്രയത്നം വെറുതെ ആയി പോയോ എന്ന് നിങ്ങൾ വിട്ടുപോയ വിഷയം. പൗലോസിനെ ഭയപ്പെടുത്തിയത് എന്താ? പൗലോസിനെ ആശങ്കാകുലനാക്കിയത് എന്താ? ഈ പ്രതിസന്ധികളെ ദൈവവുമായുള്ള ഇവരുടെ ബന്ധത്തിൽ നിന്ന് ഇവരെ തകർത്ത് കളയാൻ പിശാച് ഉപാധിയാക്കുമോ എന്ന് പൗലോസ് സംശയിച്ചു. ഇന്ന് രാത്രി ദൈവകൃപയെക്കുറിച്ച് ഞാൻ പറയാൻ പോവുകയാണ്. ഓരോ പിശാചിനും ഓരോ പ്രതിസന്ധിക്കും നിങ്ങളെ നിങ്ങളുടെ ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് തകർത്ത് കളയാൻ സാധ്യമല്ല. എത്ര പേർക്ക് അതരം തുറന്ന് ഇന്ന് രാത്രി തൻ്റെ ഇടത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയും? ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അതൊന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുകയാണ്. രണ്ടാം അധ്യായം 18-ാമത്തെ വാക്യം. 1 തെസ്സലോനിക്കർ 2:18. അതുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞങ്ങൾ വിശേഷാൽ പൗലോസായ ഞാൻ 1-2 പ്രാവശ്യം വിചാരിച്ചു, എന്നാൽ സാത്താൻ ഞങ്ങളെ തടുത്തു. അയ്യോ, എനിക്ക് മനപ്രയാസം തോന്നിയൊരു വാക്യം അത്. എല്ലാവരും എൻ്റെ മുഖത്തോട് നോക്കി. അപ്പൊ തെസ്സലോനിക്കയിലെ സഭയിലെ ദൈവമക്കൾ പ്രതിസന്ധിയിലൂടെ പോവുക. പൗലോസ് എവിടാ? നിങ്ങളോട് പറഞ്ഞല്ലോ പൗലോസ് എവിടാന്ന്. പറ, കൊരിന്തിൽ പൗലോസ് എവിടാ? അപ്പൊ ഈ തെസ്സലോനിക്കയിലെ സഭയിലെ ദൈവമക്കളുടെ ഈ പ്രതിസന്ധി അവർ വിശ്വാസത്തിൽ നിന്നൊക്കെ മാറിപ്പോകുമോ എന്നൊരു ആശങ്ക പൗലോസിൻ്റെ അകത്തുണ്ടായിട്ട് താൻ ആയിരിക്കുന്ന കൊരിന്തിൽ നിന്ന് തെസ്സലോനിക്കയിലേക്ക് വരാൻ 2 പ്രാവശ്യം യാത്രയ്ക്ക് തയ്യാറായി. ഹലോ, ആ യാത്രയെ ആര് തടഞ്ഞു? എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്ത് വരണം. സാത്താൻ തടഞ്ഞു. ടെൻഷനൊന്നും അടിക്കണ്ട. സാത്താൻ തടയാൻ പറ്റുമോ? ഹല്ലേലൂയ. സാത്താന് തടയാൻ പറ്റുമോ? സാത്താന് തടയാൻ പറ്റും. പക്ഷെ ഞാനൊരു കാര്യം മറുവശം പറയാം. അവൻ്റെ തടസ്സങ്ങൾക്കൊക്കെ അല്പായുസ് മാത്രമേ ഉള്ളൂ. തമ്പുരാന്റെ ആത്യന്തിക പദ്ധതികളെ തടയാൻ അവൻ അധിക നാൾ കഴിയില്ല. ഇന്ന് രാത്രി സ്തോത്രം ചെയ്തു പറ, ദുഷ്ടപിശാച് എനിക്കെതിരെയോ എൻ്റെ തലമുറയ്ക്കെതിരെയോ എൻ്റെ മിനിസ്ട്രിക്കെതിരെയോ എൻ്റെ കുടുംബത്തിനെതിരെയോ എൻ്റെ ആത്മിക ജീവിതത്തിനെതിരെയോ എന്തെങ്കിലും തടസ്സങ്ങൾ നീ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് താൽക്കാലികം മാത്രമാണ്. നിന്റെ പദ്ധതികളെ തകർക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും. എൻ്റെ ദൈവത്തിന്റെ ആത്യന്തിക പദ്ധതികൾ നിന്ന് എന്നെ പിറകോട്ട് വലിക്കാൻ നിനക്ക് സാധ്യമല്ലെന്ന് അധികാരത്തോടെ ഇന്ന് രാത്രി സ്തോത്രം ചെയ്തു പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
അപ്പോൾ പൗലോസിൻ്റെ യാത്രയെ സാത്താൻ തടഞ്ഞപ്പോൾ ബാക്കി ഭാഗം ഞാൻ ഓടിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കാം. 3-ാം അധ്യായം 2-ാമത്തെ വാക്യമാണ്: ഈ കഷ്ടങ്ങളിൽ ആരും കുലുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാനും നിങ്ങളുടെ വിശ്വാസം സംബന്ധിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കാനുമായിട്ട് നമ്മുടെ സഹോദരനും ക്രിസ്തുവിൻ്റെ സുവിശേഷ ഘോഷണത്തിൽ ദൈവത്തിൻ്റെ ശുശ്രൂഷകനുമായ തിമത്തിയോസിനെ അയച്ചു. എത്ര പേർക്ക് മനസ്സിലായി? പൗലോസിന്റെ യാത്ര ആര് തടഞ്ഞു? പക്ഷെ പൗലോസ് തനിക്ക് പോകാൻ കഴിയാഞ്ഞതുകൊണ്ട് തിമത്തിയോസിനെ അയച്ചു. എനിക്ക് ഈ വേദപുസ്തകത്തോട് ഇത്ര പ്രിയം വരാൻ കാരണം എന്നറിയോ? ഒന്ന് സ്വോത്രം ചെയ്തേ. മറ്റേ എല്ലാ മതഗ്രന്ഥങ്ങളിൽ നിന്നും ഈ തിരുവഴുത്തിനെ വ്യത്യസ്തമാക്കുന്നത് അറിയാവോ? ഇത് കുറച്ച് കെട്ടുകഥയല്ല, കഥ എഴുതുന്നത് പോലെ എന്തെങ്കിലും എഴുതി പിടിപ്പിച്ചിരിക്കുന്നതല്ല. ഇതിൻ്റെ ഓരോ വാക്യത്തിൻ്റെയും പിന്നിൽ ചരിത്ര പശ്ചാത്തലമുണ്ട്. ഓരോ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോഴും പറയുന്ന ഓരോന്നിനും ചരിത്ര പശ്ചാത്തലമുണ്ട്. ഇത്ര ദൈവനിശ്വാസികമായ, ഭൂമിശാസ്ത്രപരമായി ചരിത്രപരമായ സത്യസന്ധതയുള്ളൊരു തിരുവഴുത്ത് നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ, അതിൻ്റെ വക്താക്കളായി തീരാൻ, അതിൻ്റെ അനുകാരികളായി തീരാൻ ഇന്ന് രാത്രി കൃപ തന്ന ദൈവത്തിന് സ്തോത്രം എന്ന് പറയാൻ മനസ്സുള്ളവരെ കരവും ശബ്ദവും ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തിന് നന്ദി പറയാം. പ്രിയരേ, ദൈവത്തിന്റെ വചനം എനിക്ക് ഇങ്ങനെ വചനം പ്രസംഗിക്കുന്ന ഇഷ്ടം. വചനത്തോട് അങ്ങ് പ്രിയം കൂടുക. ഇങ്ങനെ മനസ്സിലാക്കി വായിക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാവുള്ളൂ, കാര്യം തിരിച്ചറിയാൻ പറ്റുള്ളൂ. തിമത്തിയോസിനെ അയച്ചു. ഇനി ഒരു ഗുഡ് ന്യൂസുമായിട്ടാണ് തിമത്തിയോസ് വരുന്നത്. 3-ാം അധ്യായം 6-ാമത്തെ വാക്യം: ഇപ്പോഴോ തിമോത്തിയോസ് നിങ്ങളുടെ അടുക്കൽ നിന്ന് വന്ന് നിങ്ങളുടെ വിശ്വാസത്തെയും സ്നേഹത്തെയും പറ്റിയും ഞങ്ങൾ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നത് പോലെ നിങ്ങൾ ഞങ്ങളെയും കാണുവാൻ വാഞ്ചിച്ചുകൊണ്ട് ഞങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എപ്പോഴും നല്ല ഓർമ്മയുണ്ട് എന്നും ഞങ്ങളോട് സ്വവർത്തമാനം അറിയിച്ച കാരണത്താൽ അടുത്തൊന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞ്, സഹോദരന്മാരെ, ഞങ്ങളുടെ സകല കഷ്ടത്തിലും സങ്കടത്തിലും നിങ്ങളുടെ വിശ്വാസം ഹേതുവായി ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ഒന്ന് സ്തോത്രം ചെയ്ത് പറ, ആശ്വാസം പ്രാപിച്ചു. അടുത്തത്, നിങ്ങൾ കർത്താവിൽ നിലനിൽക്കുന്നു എന്നറിഞ്ഞ് ഞങ്ങൾ വീണ്ടും ജീവിക്കുന്നു. ഒരു നല്ല ആമേന കരമുയർത്തി പിടിച്ചെന്ന് പറഞ്ഞ്, നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്നു എന്നറിഞ്ഞ് ഞങ്ങൾ വീണ്ടും ജീവിക്കുന്നു. ഉപദ്രവങ്ങൾ ഒരു വശത്തുകൂടുണ്ട്, പോരാട്ടങ്ങളും വെല്ലുവിളികളുമുണ്ട്. ചൂഷണം ചെയ്യാൻ ഇരുളിന്റെ ശക്തികൾ അവസരം പാർത്തിരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ദുഷ്ടപിശാചിനും അവൻ അഴിച്ചുവിട്ട പ്രതിസന്ധികൾക്കും നിങ്ങളും നിങ്ങളുടെ ദൈവവുമായുള്ള ബന്ധത്തെ തകർത്ത് കളയാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്നു എന്നറിഞ്ഞ് ഞങ്ങൾ വീണ്ടും ജീവിക്കുന്നു. കൃപ ലഭിച്ച ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, തന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഈ രാത്രി ആധാരം തുറന്ന് അഭിഷേകത്തോടെ ദൈവമക്കൾ വിളിച്ചു പറ, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. വീഴോധവണ്ണം തന്റെ മഹിമ സന്നിധിയിൽ കളങ്കമില്ലാതെ ആനന്ദത്തോടെ നിർത്താൻ അവൻ കഴിവുള്ളവന്. ആദരം തുറന്ന ആവേശത്തോടെ സ്തോത്രം പറയാൻ മനസ്സുള്ള ദൈവമക്കൾ അക്കരമടിച്ച് അന്യഭാഷയിൽ അല്പനിമിഷം ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എല്ലാ കരങ്ങളും അടിച്ച് എല്ലാ ധരങ്ങളും ചലിപ്പിച്ച് എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ഇന്ന് രാത്രി ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തി ഏത് പോരാട്ടങ്ങളുടെ നടുവിലും ഏത് വെല്ലുവിളികളുടെ നടുവിലും നമ്മെ നിലനിർത്തുന്ന ദൈവശക്തി ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ.
പരിശുദ്ധാത്മാവ് ഒരു ദൂതനോട് പറയുന്നു, യോബിനെ തകർക്കാവുന്നിടത്തോളം സാത്താൻ തകർത്തു. എതിരാക്കാൻ അവനെ കൊണ്ട് കഴിയുന്ന എല്ലാ മേഖലകളെയും അവൻ വിനിയോഗിച്ചു. പക്ഷെ ചരിത്രം അവിടം കൊണ്ട് അവസാനിച്ചില്ല കേട്ടോ. അകന്നു പോയവരെ എല്ലാം ദൈവം അടുപ്പിച്ചു. അവർക്കെല്ലാം ഇയ്യോബിനോട് കരുണ തോന്നത്തക്ക നിലയിൽ, വന്നവർക്കെല്ലാം അവനോട് കൃപ തോന്നത്തക്ക നിലയിൽ ദൈവം സാഹചര്യങ്ങളെ അനുകൂലമാക്കി. യാക്കോബ് അപ്പോസ്തലൻ പറയുന്നു, ഇയ്യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും അടുത്തതൊന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞ്, ദൈവം വരുത്തിയ അവസാനം നിങ്ങൾ കണ്ടുമിരിക്കുന്നു. ദുഷ്ടപിശാചി, ദൈവത്തിന് പണിയാൻ കഴിയാത്ത, ദൈവത്തിന് പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രതിസന്ധിയും സൃഷ്ടിക്കാൻ, ഒരു തകർച്ചകളും ഉണ്ടാക്കാൻ നിനക്ക് സാധ്യമല്ല. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി എന്നോട് ശക്തമായി ദൈവാലോചന കൈമാറുന്നു. ദുഷ്ടപിശാച് തകർത്ത് കളഞ്ഞത്, അവൻ ഇല്ലാതെയാക്കി മാറ്റിയത്, അവൻ രോഗിയാക്കി മാറ്റിയത്, ഇന്ന് രാത്രി പണിയുന്ന ദൈവശക്തി, പുനർനിർമ്മിക്കുന്ന ദൈവശക്തി, മടക്കി തരുന്ന ദൈവശക്തി, അകറ്റിയതിനെ ആമേൻ അടുപ്പിക്കുന്ന ദൈവകൃപ ഇന്ന് രാത്രി ഇതിനകത്ത് വ്യാപരിക്കട്ടെ. ആത്മാവിൽ സ്തോത്രം ചെയ്യുന്ന, ആത്മാവിൽ ദൈവത്തിന് നന്ദി പറയുന്ന ദൈവമക്കൾ, ദൈവത്തിൽ ഒരു മിനിറ്റ് എഴുന്നേറ്റ് നിൽക്കാം. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ. എല്ലാവരും ആ വാക്യം അതരം തുറന്നൊന്ന് പറയാമോ? പിശാചിൻ്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അവൻ അകറ്റിയ ചിലതിനെ ദൈവം അടുപ്പിക്കട്ടെ. അവൻ തകർത്ത ചിലതിനെ സ്വർഗം പണിയട്ടെ. ഇന്ന് രാത്രി അവൻ്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. അവൻ്റെ രോഗത്തിൻ്റെ കടുംകെട്ടുകൾ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനത്താൽ അഴിച്ചു മാറ്റട്ടെ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി ഇന്ന് രാത്രി ഇതിനകത്ത് പ്രവഹിക്കട്ടെ. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ആത്മാവിൽ അല്പനിമിഷം ഒന്ന് സ്തോത്രം ചെയ്ത് ദൈവത്തെ ആരാധിച്ച് അനന്തരം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എല്ലാവരും ആത്മനിയോഗത്തോടെ കരമടിച്ച് അല്പനിമിഷം ദൈവത്തിന് സ്തോത്രം ചെയ്യാം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ചില പൈശാചിക ബന്ധനങ്ങൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറട്ടെ. ആരുടെയെങ്കിലും ശരീരത്തിൽ ഇന്ന് രാത്രി രോഗാത്മാവായി കുടിയിരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ ഉണ്ടെങ്കിൽ, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ നസ്രയനായ യേശുവിന്റെ നാമത്തിൽ ആ രോഗബാധകൾ അഴിഞ്ഞു മാറട്ടെ. ബന്ധങ്ങളെ തകർത്ത് കളഞ്ഞ പൈശാചിക മണ്ഡലങ്ങളെ ഇന്ന് രാത്രി ദൈവാത്മാവ് തകർത്ത് കളയട്ടെ. ചില ബന്ധങ്ങളിലേക്ക് ദൈവം ചിലരെ മടക്കി വരുത്തട്ടെ. എല്ലാ ധരങ്ങളും തുറന്ന്, എല്ലാ കരങ്ങളും അടിച്ച് അന്യഭാഷയിൽ അല്പനിമിഷം ദൈവത്തിന് സ്തോത്രം ചെയ്യാം.